ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഓൾറെഡി ഈ പറയുന്ന റിസർച്ച് മെത്തേഡ്സ് നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്നുള്ള റിസർച്ചിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഫസ്റ്റ് പേപ്പറിലെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു പേപ്പറാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സ്റ്റാറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഓൾറെഡി മുന്നത്തെ റിസർച്ച് മെത്തഡോളജി അഥവാ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റിസർച്ച് എന്നുള്ള കാര്യവും അതിന്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സെഷൻ എടുത്തതാണ്. സോ അതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് സെഷനിലേക്ക് പോവാണ്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ഏരിയ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഏരിയ. അപ്പോ ഓരോ സാഹചര്യത്തിൽ ഏതൊക്കെ റിസർച്ച് ഡിസൈൻ ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ റിസർച്ച് മെത്തേഡ്സ് ഫോർ കളക്ടിങ് ഡാറ്റ. അപ്പൊ നമ്മുടെ സിലബസിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് റിസർച്ച് മെത്തേഡ്സ് ഫോർ കളക്ടിങ് ഡാറ്റ. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു ടെസ്റ്റ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, അതായത് ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. അപ്പൊ എന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്നും എന്താണ് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് എന്നുള്ള ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ. സോ എനിവേ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാൻ നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് ക്വാസി എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഹലോ. ഓക്കെ, ദെൻ അടുത്താണ് പ്രൈമറി ഓർ സെക്കൻഡറി. നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡാറ്റ അത് പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ? തീർച്ചയായിട്ടും പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്. നമുക്കൊരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കണോ, നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്യുന്ന ഡാറ്റ പ്രൈമറി ഡാറ്റ ആയിരിക്കണം. ദെൻ അടുത്തതാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കളക്ട് ചെയ്യണോ ക്വാളിറ്റേറ്റീവ് ആയിട്ട് കളക്ട് ചെയ്യണോ എന്നുള്ളതാണ്. കോസ് ആൻഡ് എഫക്ട്, ഓക്കെ, ദാറ്റ് ഈസ് അവിടെ എഫക്റ്റും ഉണ്ട് കോസും ഉണ്ട്. അതായത് എക്സ് വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിൾ ഉണ്ട്, എക്സ് വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ് വേരിയബിൾ വൈ വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അത് ഇതിന്റെ കോസ് ആണോ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആണ്. സോ അങ്ങനെ ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എക്സ് വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണമല്ലോ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ത് ഫോമിലായിരിക്കണം? ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം, ക്വാളിറ്റേറ്റീവ് ആവരുത്. റിലേഷൻഷിപ്പ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, to understand the general characteristics. Second one ആണ് to understand the general characteristics of a population. അതായത് ഒരു പോപ്പുലേഷന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒരു പോപ്പുലേഷൻ, അതായത് ഒരു പോപ്പുലേഷന്റെ സ്വഭാവം എന്താണ്, അവരുടെ വിചാരങ്ങൾ എന്താണ്, അവരെ എങ്ങനെ, അതായത് ഓരോ ആളുകളുടെ ഒരു ബിഹേവിയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചൊക്കെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ, അവരുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിസർച്ച് മെത്തേഡ് സർവേ ആണ്. കളക്ട് ചെയ്യേണ്ട ഡാറ്റ പ്രൈമറി ആണ്. കാരണം ഒരു ആളുകളുടെ ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അല്ലാതെ ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ, അതായത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും സോഴ്സിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അത് ഡയറക്ട്ലി കളക്ട് ചെയ്യേണ്ട ഡാറ്റ ആയിരിക്കണം. സോ ഷുഡ് ബി പ്രൈമറി ഡാറ്റ. അത് എങ്ങനെ കളക്ട് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവിൽ കളക്ട് ചെയ്യണമാണ് നല്ലത്. കാരണം അത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് ടു ഗെയിൻ മോർ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്, ആഴത്തിൽ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ അത് ഒന്നുകിൽ ഇന്റർവ്യൂ മെത്തേഡ്, അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. അപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് ആഴത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്റർവ്യൂ, ഫോക്കസ് ഗ്രൂപ്പ്, കേസ് സ്റ്റഡി. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതായത് നമുക്ക് ഒരാളുകളുടെ അഭിപ്രായങ്ങൾ അറിയണം. അത് ആഴത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ ഒരു ക്വസ്റ്റ്യനെയർ മെത്തേഡാണ്. ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എഡ്യൂക്കേഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം. അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് സാധാരണ ഒരു ക്വസ്റ്റ്യർ വെച്ചിട്ട് 10 ക്വസ്റ്റ്യർ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എഡ്യൂക്കേഷനെ പറ്റി മെഷർ ചെയ്യണമെങ്കിൽ എന്റെ പഠനം ആഴത്തിലുള്ള പഠനമല്ല. അതേസമയം ഞാനൊരു 10 ചോദ്യങ്ങൾ ഇന്റർവ്യൂ ആയിട്ട് ചോദിക്കുകയും നിങ്ങളുടെ കുറെ അധികം അനുഭവങ്ങളും അഭിപ്രായങ്ങളും അടക്കം നിങ്ങൾ എന്നോട് പറയണമെങ്കിൽ അത് കുറച്ച് ആഴത്തിലുള്ള പഠനമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ,
സോ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക. നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡാറ്റ പ്രൈമറി ഡാറ്റ ആയിരിക്കണം. അത് ക്വാളിറ്റേറ്റീവ് ആവണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ക്വാളിറ്റേറ്റീവ് ആവലാണ് നല്ലത്. അപ്പോ ക്വാളിറ്റേറ്റീവ് ആവണം നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ അഭിപ്രായങ്ങളും വിചാരങ്ങളെയൊക്കെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ബെറ്റർ എന്താണ്? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ. ഓക്കെ, ദെൻ അടുത്തത് റിസർച്ച് മെത്തേഡ്സ് ഫോർ കളക്ടിങ് ഡാറ്റ. കളക്ട് ഡാറ്റ എന്ന ഇനി അടുത്ത കുറെ സിറ്റുവേഷൻസ് ആണ്. ഹൗ സംതിങ് ഒക്കേഴ്സ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. നമുക്ക് ഒരു നാച്ചുറൽ സെറ്റിംഗിൽ എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഹൗ സംതിങ് ഒക്കേഴ്സ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്, അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ബെറ്റർ മെത്തേഡ് ഏതാണ്? ഒബ്സർവേഷൻ മെത്തേഡാണ്. എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം? പ്രൈമറി ഡാറ്റ. അത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടും കളക്ട് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കളക്ട് ചെയ്യാം. അതേസമയം ടു സിറ്റുവേറ്റ് യുവർ റിസർച്ച് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് വർക്ക് ഓർ ടു വാല്യൂ ട്രെൻഡ്സ് വിത്ത് എ റിസർച്ച് ടോപ്പിക്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസർച്ച് ടോപ്പിക്കില് ഉള്ള ട്രെൻഡ് എന്താണ്, അതിൽ ആരൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ആ റിസർച്ചുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയായിരിക്കും? സെക്കൻഡറി ഡാറ്റ ആയിരിക്കും. കാരണം നമ്മൾ പ്രൈമറി അല്ല കളക്ട് ചെയ്യുന്നത്, ലിറ്ററേച്ചർ റിവ്യൂ ആണ്, ബുക്കുകളും അതുപോലെ തന്നെ ആർട്ടിക്കിളുകളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്, റിസർച്ച് മെത്തേഡ് അതാണ് ലിറ്ററേച്ചർ റിവ്യൂ മെത്തേഡാണ്. ലിറ്ററേച്ചർ റിവ്യൂ മെത്തേഡിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് മെത്തഡോളജീസ് ആണ്, എന്താണ്? ടൂൾസുകളാണ് ബിബ്ലിയോമെട്രിക് അനാലിസിസും സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ SLR. സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂവിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിന്റെ പേരാണ് പ്രിസ്മ പ്രോട്ടോകോൾ. ദാറ്റ് ഇസ് പ്രിഫേർഡ് റിപ്പോർട്ടിംഗ് ഐറ്റംസ് ഫോർ സിസ്റ്റമാറ്റിക് റിവ്യൂസ് ആൻഡ് മെറ്റാ അനാലിസിസ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ് ഓർ നോ? ഹലോ. Then അടുത്തതാണ് ടു ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ സിറ്റുവേഷൻ ഓർ വെൻ റിസോഴ്സസ് ഓഫ് എ ബിഗ് സ്റ്റഡി ആർ ലാക്കിംഗ്. അതായത് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആരും ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല, നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏതാ റിസർച്ച് മെത്തേഡ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതാണ് കേസ് സ്റ്റഡി മെത്തേഡാണ്. കേസ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ ഏതൊക്കെ ഡാറ്റ കളക്ട് ചെയ്യും? പ്രൈമറി ഡാറ്റയും എടുക്കാം, സെക്കൻഡറി ഡാറ്റയും എടുക്കാം. എന്തുകൊണ്ട് പ്രൈമറി ഡാറ്റ എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് ലൈവ് ആയിട്ട് പഠിക്കാം. അതായത് നമ്മൾ ഒരു മരുന്ന് ഒരു രോഗിക്ക് കൊടുക്കുന്നു, അങ്ങനെ നമുക്ക് ആ കേസ് സ്റ്റഡി പഠിക്കാം. അതുകൊണ്ടാണ് പ്രൈമറി ഡാറ്റ. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു രോഗിക്ക് എവിടെയോ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്, ആ മരുന്ന് കൊടുത്തതിലുണ്ടായ എഫക്റ്റുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കേസ് നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റും, അങ്ങനെ പഠിക്കാം. അപ്പൊ നമ്മൾ സിംഗിൾ കേസുകളോ അല്ലെങ്കിൽ 2, 3, 4 കേസുകളായിരിക്കും നമ്മൾ എടുക്കുക. സോ അവിടെ പോപ്പുലേഷന്റെ സൈസ് സാമ്പിളിന്റെ സൈസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ഒരു പഠനമായിരിക്കും. സോ അത് നമ്മൾ ഈ പ്രൈമറി ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നത്, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? രണ്ടും നമ്മൾ എടുക്കും. ഇപ്പോ നമ്മളുടെ നിപ്പ വൈറസ് ബാധിച്ചു, അപ്പോൾ നിങ്ങൾക്കൊരു താല്പര്യം ആ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുള്ള രോഗികളുടെ എന്തൊക്കെ ട്രീറ്റ്മെന്റാ കൊടുക്കുക അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അന്ന് അവിടുത്തെ നിപ്പ വൈറസിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയ റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തിട്ട് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റ ഏതാ? പ്രൈമറി ഡാറ്റയാണ്, സെക്കൻഡറി ഡാറ്റയാണ്, പ്രൈമറി ഡാറ്റ അല്ല. നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഉണ്ടാവും. ആ രോഗിക്ക് എത്ര ഡിഗ്രി പനി വന്നു, അതുപോലെ തന്നെ ആ രോഗിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, ഇതെല്ലാം ആ റിപ്പോർട്ടിൽ ഉണ്ടാവും. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും കേസ് സ്റ്റഡിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ റിസർച്ച് മെത്തേഡ്സ് ഫോർ അനലൈസിങ് ഡാറ്റ. അപ്പൊ ഡാറ്റ അനാലിസിസിലേക്ക് നമ്മൾ കടക്കാണ്. റിസർച്ച് മെത്തേഡ് ഫോർ അനലൈസിങ് ഡാറ്റ. ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്? ടു അനലൈസ് ദ ഡാറ്റ കളക്ടഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് മാനർ. സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് മാനറിൽ കളക്ട് ചെയ്ത ഒരു ഡാറ്റ ആണെങ്കിൽ ടു അനലൈസ് ഡാറ്റ കളക്ടഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ്, എക്സാമ്പിൾ ഫ്രം എക്സ്പെരിമെന്റ്, സർവേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നിങ്ങൾ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട്, അതായത് ക്വസ്റ്റ്യനെയർ ഒക്കെ വെച്ച് നല്ല രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ആയിട്ടുള്ള രീതിയിൽ ആണ് നിങ്ങൾ മെഷർ ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തെങ്കിൽ സ്റ്റാറ്റിക് അനാലിസിസ് ചെയ്യാം. അതെങ്ങനെയായിരിക്കണം? ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലായിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Then to statistically analyze the result of a large collection of study. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ കാണാണ് എന്താണ് ഇപ്പൊ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ്, ആ വൈറസ് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും വ്യാപകമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ എത്ര രാജ്യങ്ങളിൽ എത്ര ശതമാനം സ്പ്രെഡ് ഉണ്ടായി, ഓരോ രാജ്യങ്ങളിൽ എത്രത്തോളം സ്പ്രെഡുകൾ ഉണ്ടായി, ഓരോ രാജ്യങ്ങളിലും
അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത്, ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്തത്, ഓരോ രാജ്യങ്ങളും എന്തൊക്കെ പ്രിക്കോഷൻസും അതുപോലെ തന്നെ എന്തൊക്കെ റെമഡീസും ആ കോവിഡ് വൈറസിനെ തടയാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ അതാത് രാജ്യങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കോവിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ആ രാജ്യം എന്തൊക്കെ റെമഡീസ് എടുത്തിട്ടുണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഒരു 90 രാജ്യങ്ങളുടെ റിപ്പോർട്ട്, സ്റ്റഡി റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ എന്താ, ഇന്ത്യയിൽ ഒരു പഠനമുണ്ട്, ഇന്ത്യയിൽ എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, കോവിഡിനെ കുറിച്ച് പഠിച്ചു, ഇവിടെ എത്ര കോവിഡ് വ്യാപിച്ചു, ഇന്ത്യയിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തു എന്നുള്ള റിപ്പോർട്ട് കിട്ടി. അതുപോലെ തന്നെ ഒരു 90 രാജ്യങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. സോ ടു സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ദ റിസൾട്ട് ഓഫ് എ ലാർജ് കളക്ഷൻ ഓഫ് സ്റ്റഡി. അപ്പൊ എന്താ, ഈ 90 മറ്റേ പഠനങ്ങൾ, 90 റിസർച്ച് ആർട്ടിക്കിൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് നോക്കണം ഈ 90 രാജ്യങ്ങളും എങ്ങനെയാണ് കോവിഡിനെ പ്രതിരോധിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ മൊത്തത്തിൽ ഒന്ന് നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസർച്ച് മെത്തേഡാണ് എന്ത്, മെറ്റാ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. മെഡിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, can only be applied to studies that collected data in a statistically valid manner. ഒറ്റ കാര്യമുണ്ട്, ഈ 90 രാജ്യങ്ങൾ, ഇപ്പൊ ഞാൻ 90 എന്ന് പറയുന്നത് ഒരു 60 ആയിക്കോട്ടെ അല്ലെങ്കിൽ 30 ആയിക്കോട്ടെ, അത് മതി, നമുക്ക് മെറ്റാ അനാലിസിസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ 30 അല്ലെങ്കിൽ 60 90 പഠനങ്ങളും എങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കളക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കണം, അല്ലാതെ ക്വാളിറ്റേറ്റീവ് പറ്റില്ല, ടെക്സ്ച്വൽ ഡാറ്റാസ് പറ്റില്ല. 90 അല്ലെങ്കിൽ 30 ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്ത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം. ഇനി ഈ മെറ്റാ അനാലിസിസിന് യൂസ് ചെയ്യണ മറ്റേ ഇതെന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്? CMA എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ R എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, R അഥവാ മെറ്റഫോർ. ഓക്കെ, അതായത് R എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വലിയ കമ്പനിയാണ്, ആ കമ്പനിയുടെ ഒരു മെറ്റഫോർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റാ അനാലിസിസ് ചെയ്യാൻ പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് റിസർച്ച് മെത്തേഡ് ഫോർ അനലൈസിംഗ് ഡാറ്റ. ടു അനലൈസ് ഡാറ്റ കളക്ടഡ് ഫ്രം ഇന്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ് ഓർ ടെക്സ്റ്റൽ സോഴ്സ്. അതല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്തു, കുറെ അധികം എന്ത് ചെയ്തു, ഡാറ്റ ഇന്റർവ്യൂവിൽ നിന്ന് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പിൽ നിന്ന് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ കുറെ ബുക്കുകൾ, ഏടുകളൊക്കെ നിങ്ങൾ വായിച്ചു, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡാറ്റ അനലൈസ് ചെയ്യണമെങ്കിൽ ഏതാ ബെറ്റർ? തീമാറ്റിക് അനാലിസിസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. തീമാറ്റിക് അനാലിസിസ് ടു അണ്ടർസ്റ്റാൻഡ് ജനറൽ തീംസ് ഇൻ എ ഡാറ്റ ആൻഡ് ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ കുറെ ഇന്റർവ്യൂ നടത്തി, അതുപോലെ തന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി, അതല്ലെങ്കിൽ ടെക്സ്റ്റൽ സോഴ്സിലൂടെയാണ് നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അട്ടപ്പാടിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ആദിവാസികളുടെ അടുത്ത് ഇന്റർവ്യൂ നടത്തി, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി, നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്താ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ? അല്ല, ക്വാളിറ്റേറ്റീവ് ആണ്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കും. ആ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, അവര് ഓരോ കാര്യങ്ങളോടും ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ തീം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഹെഡിങ് വെച്ചിട്ട് ഓരോ തീമിലും ആളുകളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്തെടുക്കുന്നു. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, തീമാറ്റിക് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പോയിട്ട് അവരുടെ ജീവിത ശൈലിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ, ജീവിത ശൈലി എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ എന്താണ്, വൃത്തിയുണ്ട്, അല്ലെ, കുളിക്കുന്ന കാര്യങ്ങളാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ അവരായിട്ട് ഇന്റർവ്യൂ നടത്തും, പല അഭിപ്രായങ്ങൾ അവർ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അവര് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ അഭിപ്രായങ്ങളാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു തീമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതും. അതുപോലെ തന്നെ വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതും. മിക്സ് ചെയ്ത് എഴുതില്ല, ഓരോ തീമിനെ വെച്ചിട്ട് അവരുടെ ടെക്സ്റ്റൽ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്ന ഒരു രീതിയാണ്. ദാറ്റ് ഈസ് കോൾഡ് തീമാറ്റിക് അനാലിസിസ്. അതിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് NVivo, മാക്സ് QDA പോലുള്ള സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? NVivo, മാക്സ് QDA ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, വീണ്ടും എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ചോദിക്കാൻ പറഞ്ഞുതരാം. ദെൻ നെക്സ്റ്റ് അടുത്തതാണ് ടു അനലൈസ് ലാർജ് വോളിയം ഓഫ് ടെക്സ്റ്റൽ ഓർ വിഷ്വൽ ഡാറ്റ കളക്ടഡ് ഫ്രം സർവീസ്, ലിറ്ററേച്ചർ റിവ്യൂ ഓർ അതർ സോഴ്സസ്. നിങ്ങൾ എന്ത് ചെയ്തു, കുറെ ലിറ്ററേച്ചർ റിവ്യൂ നിങ്ങൾക്ക് കിട്ടി,
ഓക്കെ, അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ നിങ്ങൾക്ക് കുറെ കിട്ടിയിട്ട് അതിരുന്ന് വായിച്ചിട്ട് അതിൽ നിന്ന് ഒരു സമ്മറൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യലല്ല, നിങ്ങൾ മറ്റുള്ള ടെക്സ്റ്റൽ സോഴ്സുകൾ ബുക്കുകളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ റിസർച്ച് മെത്തേഡ് ആണെന്നുള്ളത് കണ്ടന്റ് അനാലിസിസ് ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു തീമാറ്റിക് അനാലിസിസ്. ഓക്കെ, അതെന്താണ് ക്വാളിറ്റേറ്റീവ് ആവാം ക്വാണ്ടിറ്റേറ്റീവ്. കാരണം നമ്മൾ കളക്ട് ചെയ്യുന്ന ടെക്സ്റ്റൽ ഡാറ്റ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഉണ്ടാവും. So can be quantitative that is frequency words or qualitative that meanings or words അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു ആൻസറിലേക്ക് എത്തണം. റൈറ്റ് ആൻസർ കമന്റ് ചെയ്യാൻ താഴെ. What type of research design involves collecting data at a single point in time to describe the characters of a population or phenomenon? പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യുകയാണെങ്കിൽ. What type of research design involves collecting data at single point in time? പ്ലീസ് ഡു റെസ്പോണ്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു. ഇവിടെ പറയുന്നത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് സിംഗിൾ പോയിന്റ് ആണ്, ഒറ്റ തവണയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ. ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒറ്റ തവണയല്ല പല തവണയായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക, അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് അല്ല. ഓക്കെ, കേസ് സ്റ്റഡിയിൽ നമ്മൾ അങ്ങനെയല്ല, ഒറ്റ തവണയല്ല പല തവണയായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, എത്തനോഗ്രാഫി സ്റ്റഡിയിൽ പല തവണയായിട്ടാണ്. സോ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോസ് സെക്ഷണൽ സ്റ്റഡി. സോ cross-section study collected data at one point in time, providing a snapshot of the population of it. Okay. Then അടുത്തത് next question. Which research design focus on understanding the lived experience of individuals through the perspectives? Live ആയിട്ടുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നത് ഏത് റിസർച്ചിലാണ്? എക്സ്പെരിമെന്റൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മെറ്റാ അനാലിസിസ്. Which research design focus on understanding the lived experience? അതായത് നമ്മള് ലൈവ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ലൈവ് എക്സ്പീരിയൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഏത് റിസർച്ച് ആണ്? എക്സ്പെരിമെന്റൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മെറ്റാ അനാലിസിസ്. ഇവിടെ നിങ്ങൾ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഈ ചോദ്യം ഓരോ സിറ്റുവേഷനിലും ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് aims to understand individual's experience. ഒരു ഇൻഡിവിജ്വലിന്റെ എക്സ്പീരിയൻസ്, പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഇന്റർവ്യൂയുടെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുന്ന ഒരു പഠനമാണത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. വിച്ച് റിസർച്ച് ഡിസൈൻ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ ലൈവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ത്രൂ ദർ പെർസ്പെക്റ്റീവ്സ്. അതായത് ലൈവായിട്ട് നമ്മൾ അവർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. സോ അത് ക്വാളിറ്റേറ്റീവ് ആണ് റൈറ്റ് ആൻസർ. വാട്ട് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ in-depth analysis of a single case or a small number of cases? പെട്ടെന്ന് ആൻസർ ചെയ്യാൻ. ആരും ആൻസർ കമന്റ് ചെയ്യുന്നില്ല. റൈറ്റ് ആൻസർ ഈസ് ബി, കേസ് സ്റ്റഡി റിസർച്ച്. ദെൻ ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. അപ്പൊ നമ്മൾ എന്തിൽ കഴിഞ്ഞു? റിസർച്ച് ഡിസൈൻ കഴിഞ്ഞ് ഇനി അടുത്ത സാമ്പിൾ ഡിസൈനിലേക്ക് നമ്മൾ പോകാം. സാമ്പിൾ ഡിസൈൻ, യുവർ റിസർച്ച് പ്ലാൻസ് നീഡ് ടു ക്ലിയർലി സേ ഹു ഓർ വാട്ട് യു ആർ സ്റ്റഡിങ് ആൻഡ് ഹൗ യു
pick up things, pick the people or things involved. നമുക്ക് എന്ത് പഠനത്തിൽ എന്ത് വേണം? സാമ്പിൾ വേണം അല്ലെ? അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഇതാണെങ്കിൽ ആ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ എന്ത് ഡ്രോ ചെയ്യുന്നത്? സാമ്പിൾ ഡ്രോ ചെയ്യുന്നത്. ദ പോപ്പുലേഷൻ ഈസ് എവരി വൺ യു ആർ ഇൻട്രസ്റ്റഡ്. നമ്മൾ ആരിലെ ഇൻട്രസ്റ്റഡ്? പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു എന്താണ് ഇപ്പൊ ഒരു മൂവാണ്ടൻ മാവിനെ പറ്റിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലുള്ള മൂവാണ്ട മാവുകളെല്ലാം തന്നെ നമ്മുടെ എന്താണ് പോപ്പുലേഷനാണ്. സോ എല്ലാ മാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 3, 4, 5 മാവ് എന്താ എടുക്കും? സാമ്പിൾ ആയിട്ട്. ക്ലിയർ ആയല്ലോ? അത് എന്തും ആവാം. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആ റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് വിളിക്കും? പോപ്പുലേഷൻ വിളിക്കും. പോപ്പുലേഷൻ എല്ലാ പോപ്പുലേഷനും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ റിസർച്ച് ഫിലോസഫേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ പോപ്പുലേഷനെ പറ്റി പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് സാമ്പിൾ ഡ്രോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സാമ്പിൾ. പക്ഷെ സാമ്പിൾ ഡ്രോ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസർച്ച് ഡിസൈൻ, സാമ്പിൾ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ എലമെന്റ് മനസ്സിലാക്കിയിരിക്കുക. an item containing the information needed by the researcher and from which conclusion will be drawn. Example in surveys, a respondent is an example of an element. അതായത് ഇപ്പൊ ഇതാണ് നമ്മളുടെ പോപ്പുലേഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് കേരളത്തിലുള്ള കുട്ടികളെ പറ്റി പഠിക്കണം. കേരളത്തിലുള്ള 15 വയസ്സായി SSLC പഠിച്ച കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി പഠിക്കണം. അപ്പൊ ആരെ പോപ്പുലേഷൻ ആരാണ്? ആ 15 വയസ്സ് SSLC പാസ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ SSLC പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവരാണ് നമ്മളുടെ പോപ്പുലേഷൻ. സോ ആ പോപ്പുലേഷനിലുള്ള ഓരോ കുട്ടികളും എന്താണ്? നമ്മളുടെ എലമെന്റ് എന്ന് നമുക്ക് പറയാം. ആ പോപ്പുലേഷനിലുള്ള ഓരോരുത്തരും നമ്മൾ എന്ത് വിളിക്കും? എലമെന്റ് എന്ന് വിളിക്കും. Then what is sampling unit? An individual from the large group chosen during sampling from whom were gathered information. നമ്മൾ ആരിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവരാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പോപ്പുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുക്കും. ആ സാമ്പിളുള്ള ഓരോരുത്തരെയും വിളിക്കുന്ന പേരാണ് എന്ത്? സാമ്പിളിംഗ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് എലമെന്റ് എന്നും എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്നുള്ളത് ക്ലിയർ ആയോ? നമ്മളെ സംബന്ധിച്ച് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ചോദിക്കുന്നത് ഏതിലാണ്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയയിൽ ചോദിക്കാനാണ് ചാൻസ്, പേപ്പർ 1. പക്ഷെ ഇതുപോലുള്ള എലമെന്റ്, സാമ്പിളിംഗ് യൂണിറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ ഈ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ക്ലിയർ ആയോ? ഈ എലമെന്റും സാമ്പിളിംഗ് യൂണിറ്റ് ഒക്കെ ക്ലിയർ ആയോ? So every single thing being studied in any subject make up universe or population. Sample design is clear plan decided upon before gathering any data to select sample from particular population. Already നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ എനിവേ നമ്മളുടെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളുടെ പോപ്പുലേഷൻ ലാർജ് വലിയ ഒരു പോപ്പുലേഷൻ ആണ്, ഇവർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അതായത് ഇവരുടെ പേരറിയില്ല, ഇവർ എവിടെയുള്ളവരാണെന്ന് അറിയില്ല, എത്ര പേര് അതിലുണ്ടെന്നുള്ള അറിയില്ല, എണ്ണം അറിയില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇൻഫിനിറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ദെൻ സാമ്പിൾ വേഴ്സസ് സെൻസസ്. സാമ്പിളും സെൻസും തമ്മിലുള്ള ഡിഫറൻസ് മുൻപ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ടേബിൾ വെച്ച് അനാലിസ് ചെയ്ത് പഠിക്കുന്നത്. നമ്മുടെ ബജറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ യൂസ്ഡ് ഫോർ സാമ്പിൾ, സാമ്പിൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൻസസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളുടെ ബജറ്റ് വളരെ സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുത്ത് പിടിക്കും. നമ്മുടെ ബജറ്റ് ലാർജ് ആണെങ്കിലോ സെൻസസ് എടുക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1000 ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളുടെ കയ്യിൽ അതിനുള്ള ബജറ്റ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൻസസ് മെത്തേഡ് എടുക്കാം. നമ്മുടെ കയ്യിൽ അതിന്റെ ബജറ്റ് ഇല്ലെങ്കിലോ നമുക്ക് സാമ്പിൾ എടുക്കാം. നമ്മുടെ ബജറ്റ് സ്മോൾ ആണെങ്കിൽ സാമ്പിളിലേക്ക് പോവാം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്താണ് ടൈം അവൈലബിലിറ്റി. നമുക്ക് സമയം വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സാമ്പിൾ എടുക്കും. സമയം ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെൻസസ് മെത്തേഡ് എടുക്കാം. പോപ്പുലേഷൻ സൈസ്, നമ്മളുടെ പോപ്പുലേഷൻ ലാർജ് ആണ്, അതായത് ഒരു 1 ലക്ഷം ഒക്കെയാണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ നമുക്ക് സെൻസസ് മെത്തേഡ് പറ്റുമോ? പറ്റില്ല, കാരണം എല്ലായിടത്തും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ പോപ്പുലേഷൻ ലാർജ് ആണെങ്കിൽ സാമ്പിൾ എടുത്ത് പഠിക്കുക. പോപ്പുലേഷൻ സ്മോൾ ആണെങ്കിൽ ബെറ്റർ സെൻസസ് മെത്തേഡ് ആണ് ബെറ്റർ.
വേരിയൻസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതായത് നമ്മളുടെ ഓരോ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ, സ്വഭാവത്തിൽ വേരിയൻസ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ 100 കുട്ടികളാണ്. ഈ 100 കുട്ടികളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ക്യാരക്ടറുള്ള ഒരേ രീതിയിലുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 10-20 സാമ്പിൾ എടുത്താൽ മതി. കാരണം എല്ലാവരും എന്താണ്, ഒരു ഹോമോജനസ് ഗ്രൂപ്പാണ്, വ്യത്യസ്തതയൊന്നുമില്ല. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ്, വേരിയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവർ തമ്മിലുള്ള ഇവരുടെ ക്യാരക്ടേഴ്സുകളുടെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സാമ്പിൾ എടുക്കാം. പക്ഷേ ഇവർ തമ്മിലുള്ള അന്തരം കൂടുതലാണെങ്കിൽ, പല കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങളിൽ ഇവർ തമ്മിൽ എന്തുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ലാർജ് ആണെങ്കിൽ, അതായത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിലെ വേരിയൻസ് ലാർജ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, സെൻസസ് മെത്തേഡ് എടുക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, കോസ്റ്റ് ഓഫ് സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എങ്ങനെയായിരിക്കും? സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞുതരാം ഞാൻ. സാമ്പിളിംഗ് എറർ സാമ്പിളിൽ വളരെ കുറവായിരിക്കും, സെൻസസിൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. കോസ്റ്റ് ഓഫ് നോൺ സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എററോ സാമ്പിളിൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും, സെൻസസിൽ എന്തായിരിക്കും, ലോ ആയിരിക്കും. നമ്മൾ നോൺ സാമ്പിളിംഗ് എറർ എന്താണ്, സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞുതരാം. അറ്റൻഷൻ ടു ഇൻഡിവിജ്വൽ കേസ്. സാമ്പിളിലാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കേസിന് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റും സാമ്പിളില്. പക്ഷെ സെൻസസ് മെത്തേഡിൽ നമുക്ക് എല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലായിടത്തും ഓടിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. ഇതാണ് സെൻസസ് മെത്തേഡും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സാമ്പിളിംഗ് ഫ്രെയിം. ഓക്കെ, സാമ്പിളിംഗ് ഫ്രെയിം പറഞ്ഞുതരാം. നമുക്ക് ഇപ്പോ കേരളത്തിലുള്ള വോട്ടർമാർ അല്ലെങ്കിൽ വോട്ടവകാശമുള്ള ആളുകളെ പറ്റി നമുക്ക് പഠിക്കണം. അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പഠിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, വോട്ടേഴ്സ് ഇൻ കേരള ഏജ് എബോ 18 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 18 വയസ്സിന് മേളിലുള്ളവരെല്ലാവരും എന്താണ്, വോട്ടവകാശമുള്ള ആളുകളാണ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ പോപ്പുലേഷൻ. അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് അവർ ടാർഗറ്റ് പോപ്പുലേഷൻ. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ഡ്രോ ചെയ്യാനാണ്, സാമ്പിളിംഗ് ഫ്രെയിം ഡ്രോ ചെയ്യുകയാണ്. എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം? വോട്ടേഴ്സ് ഇൻ കേരള, വോട്ടേഴ്സ് ലിസ്റ്റ്. നമ്മൾ അതിൽ നിന്ന് ഡ്രോ ചെയ്യുമ്പോൾ 18 വയസ്സായിട്ടുള്ള എല്ലാ ആളുകളും ആ മറ്റേ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണമെന്നുണ്ട് ഇല്ല. സോ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ ആരെടുക്കണം, ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളെടുക്കണം. എന്നാലല്ലേ അവർക്ക് ഒരു വോട്ടിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ആ ഏത് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി അഭിപ്രായം ആണെങ്കിൽ എന്ത് ചെയ്യണം, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകളെ നമ്മൾ എടുക്കണം. അല്ലാതെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും, വോട്ടേഴ്സ് ഇൻ കേരള ഏജ് എബോവ് 18 എന്ന് പറയുന്നത് ഒരു കോടി ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് ചിലപ്പോൾ എത്രയായിരിക്കും, ഒരു 80 ലക്ഷം ആളുകൾ മാത്രമായിരിക്കും. സോ ഇതാണ് സാമ്പിളിംഗ് ഫ്രെയിം. ആ സാമ്പിളിംഗ് ഫ്രെയിമിൽ നമ്മൾ എന്തെടുക്കണം, സാമ്പിൾ എടുക്കണം. ഓക്കെ, സാമ്പിളിംഗ് ഫ്രെയിമിനെയാണ് ഇത് വിളിക്കുന്നത് പാർട്ട് ഓഫ് ദ ആക്സസബിൾ ടാർഗറ്റ് പോപ്പുലേഷൻ. നമുക്ക് ആക്സസ് ഉള്ള ടാർഗറ്റ് പോപ്പുലേഷൻ അതാണ്, സാമ്പിളിംഗ് ഫ്രെയിം ആണ്. അതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, സാമ്പിൾ ഡ്രോ ചെയ്യേണ്ടത്. സോ എന്താണ് സാമ്പിൾ, ആക്ച്വൽ യൂണിറ്റ് അണ്ടർ സ്റ്റഡി. നമ്മൾ പഠനത്തിന് വേണ്ടി എടുക്കുന്ന സാമ്പിൾ. ഒരു 300 ആണെങ്കിൽ 300 സാമ്പിൾ. ക്ലിയർ ആയോ? എന്താണ് പോപ്പുലേഷൻ എന്നും എന്താണ് സാമ്പിൾ ഫ്രെയിം എന്നുള്ളത്, എന്താണ് സാമ്പിൾ എന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു പോപ്പുലേഷൻ പറഞ്ഞു. പോപ്പുലേഷൻ എന്താ പറഞ്ഞത്, ഇന്ത്യയിലുള്ള 18, അതായത് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മേളിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ള 18 വയസ്സിന് മേളിലുള്ള ആളുകളാണ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ നമ്മൾ എന്തെടുക്കുന്നു, സാമ്പിളിംഗ് ഫ്രെയിം എടുക്കുന്നു. അപ്പൊ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, ഈ സാമ്പിൾ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, സാമ്പിൾ ഒരു 300 പേരെ നമ്മൾ സാമ്പിൾ എടുക്കും. ഓക്കെ, പക്ഷേ 300 പേർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടിയത് ചിലപ്പോ ഒരു 280 പേരെടുത്ത് മാത്രമായിരിക്കും ഒരു 20 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ പോപ്പുലേഷൻ ആരാ, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എല്ലാവരും നമ്മുടെ പോപ്പുലേഷൻ. പക്ഷെ നമ്മുടെ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്. അപ്പൊ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരു എറർ സംഭവിക്കും. സ്വാഭാവികമായിട്ടുള്ള ഒരു എററാണ്, ദാറ്റ് ഇസ് കോൾഡ് ഫ്രെയിം എറർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, ഫ്രെയിം എറർ എന്നാണ് വിളിക്കുക. ക്ലിയർ ആയോ?
നമ്മൾ ഇത് ഫ്രെയിം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റും. അതായത് ചിലപ്പോ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചിലപ്പോ നമ്മൾ അറിയാതെ ചില ആളുകൾ കടന്നു കൂട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2 തവണ പേര് വന്നിട്ടുണ്ടാവും. ചിലപ്പോ മരണപ്പെട്ട ആളുകൾ വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവും. ശരിയല്ലേ? ആം റൈറ്റ്? ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ തന്നെ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് ഇല്ല. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രെയിം എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഫ്രെയിം എറർ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ 18 വയസ്സിന് മേളിലുള്ള വോട്ടേഴ്സിനെ പറ്റി പഠിക്കാൻ പോണത്. വോട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ സാമ്പിളിംഗ് ഫ്രെയിം എടുത്തപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആര് വന്നു? മരണപ്പെട്ടവരൊക്കെ വന്നു. അതുപോലെ തന്നെ ചില ആളുകൾ ട്രൈസ് വന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഫ്രെയിം എറർ സംഭവിക്കും. ദെൻ അടുത്തതാണ് സാമ്പിളിംഗ് ഫ്രെയിം. അങ്ങനെ നമ്മൾ അതിൽ എറർ സംഭവിച്ചു. ഓക്കെ. ദെൻ ആ ലിസ്റ്റിൽ നിന്ന് നമ്മളൊരു 300 പേരെ സാമ്പിൾ ഡ്രോ ചെയ്യുന്നു. ആ സാമ്പിൾ ഡ്രോ ചെയ്യുമ്പോൾ ചില എറർ വരും. അതിനാണ് വിളിക്കുന്നത് ചാൻസ് എറർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ ഫ്രെയിമിലുള്ള ആളുകൾ, അപ്പൊ നമുക്ക് എന്താണ്, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകളാണ്, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ്, അവർക്ക് വോട്ടവകാശമുള്ള ആളുകളാണ്. ആ ലിസ്റ്റാണ്, പക്കാ ലിസ്റ്റാണ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് സാമ്പിൾ ഡ്രോ ചെയ്യണ സമയത്ത് ഇതുപോലെ മരണപ്പെട്ട ആളുകളുടെ എണ്ണമായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ എന്തിലേക്ക് വന്നിരിക്കുന്നത്? സാമ്പിളിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ടോയ്സ് ആയിരിക്കും. ഇപ്പൊ 300 പേര് എടുത്തല്ലോ. ഈ 300 പേരിൽ ചിലപ്പോ 290 പേരെ ഉണ്ടാവുള്ളൂ. ചിലപ്പോ എന്തായിരിക്കും, ചില ആളുകൾ റിപ്പീറ്റ് ആയിരിക്കും. ആളുകളുടെ പേര് ചില ബൂത്തുകളിൽ 2 ബൂത്തുകളിൽ ചില ആളുകളുടെ പേര് വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരും. ശരിയല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ 300 പേരെ സാമ്പിൾ എടുത്താലും അത് 290 പേരെ ഉണ്ടാവുള്ളൂ. സോ ചില ആളുകൾ റിപ്പീറ്റേഷൻ വരാം, മരണപ്പെട്ടവരോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാം. സോ ഇതാണ് എന്ത്? ചാൻസ് എറർ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ്, ഈ 300 പേർക്ക് നമ്മൾ ഡാറ്റ കൊടുത്തു. ഡാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ 280 പേരെ നമുക്ക് റെസ്പോണ്ട് ചെയ്തോളൂ. അപ്പൊ അതിന് ഒരു എറർ വന്നതാണ് റെസ്പോൺസ് എറർ. എന്തുകൊണ്ടാണ് റെസ്പോൺസ് എറർ വന്നത്? നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് ഈ 300 പേരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരാൾ പറയാണ്, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ പേര് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഓക്കെ എന്ന് പറയാണ്. അതായത് അയാൾക്ക് വോട്ടവകാശം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അയാൾ വോട്ട് ചെയ്യാനോ ഒന്നിനും താല്പര്യപ്പെടുന്നില്ല. ഇതിനെപ്പറ്റി അഭിപ്രായമേ പറയാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ഓക്കെ. അപ്പൊ അയാൾ ചിലപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അയാൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ആരായിരിക്കാം. അപ്പൊ അയാൾ വല്ല നോർത്ത് ഇന്ത്യനോ മറ്റോ ആയിരിക്കാം. സോ ആരെങ്കിലും ഇയാളുടെ പേര് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ എഴുതി ചേർത്തതായിരിക്കും. പക്ഷെ അയാൾക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എവിടുത്തെ കോൺടെസ്റ്റിലുള്ള ചോദ്യം? നമ്മളുടെ കേരള കോൺടെസ്റ്റിലുള്ള ചോദ്യം ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അയാൾ പറയും എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും. ഈ ചോദ്യത്തിലുള്ള ക്വസ്റ്റ്യൻ അവരെ ആൻസർ ചെയ്യില്ല. ദാറ്റ് ഈസ് കോൾഡ് റെസ്പോൺസ് എറർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ 3 എററിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് എറർ. ഓക്കെ. ദെൻ വാട്ട് ഈസ് നോൺ സാമ്പിളിംഗ് എറർ? എന്താണ് നോൺ സാമ്പിളിംഗ് എറർ? ഇപ്പൊ നമ്മൾ പറഞ്ഞ എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് നമ്മൾ സാമ്പിൾ എടുത്തപ്പോൾ നമുക്കുണ്ടായ മിസ്റ്റേക്ക് അല്ലേ? ശരിയാണോ? ശരിയല്ലേ? നമ്മളുടെ സാമ്പിളിൽ, നമ്മുടെ മെത്തഡോളജിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഒരു അശ്രദ്ധക്കുറവ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? റൈറ്റ്? ശരിയാണോ? പിന്നെ ആകസ്മികമായിട്ടും സംഭവിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് സാമ്പിളിംഗ് ഫ്രെയിം ഒക്കെ ചെയ്ത് സാമ്പിൾ ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിളിംഗ് എറർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം കൂടിയാണ്, മനസ്സിലാക്കുക. ദെൻ അടുത്താണ് നോൺ സാമ്പിളിംഗ് എറർ. ഇത് എന്തിന്റെ മിസ്റ്റേക്ക് അല്ല? നമ്മളുടെ സാമ്പിളിങ്ങിന്റെ മിസ്റ്റേക്ക് അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഈ റെസ്പോൺസിൽ 300 പേരുണ്ട്. ഈ 300 പേരില് ചില ആളുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല. ആൻസർ ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വോട്ടവകാശമുള്ള ആളാണ്, പക്ക ആളുകളാണ്, എല്ലാം പക്കയാണ്, സാമ്പിളിംഗ് ഒക്കെ പക്കയാ. ഓക്കെ. പക്ഷെ എന്താ കാര്യം? നമ്മൾ ചോദിച്ച ചോദ്യം അവർക്ക് മനസ്സിലായില്ല. ഇതെന്ത് മിസ്റ്റേക്കാണത്? സാമ്പിളിംഗിന്റെ മിസ്റ്റേക്ക് ആണോ? നമ്മുടെ ക്വസ്റ്റിനെയറിന്റെ മിസ്റ്റേക്ക് ആണോ? നമ്മുടെ ക്വസ്റ്റിനെയറിന്റെ ആണ്. ദാറ്റ് ഈസ് കോൾഡ് മെഷർമെന്റ് എറർ. പഠിച്ചിരുന്നോ? മെഷർമെന്റ് എറർ. സോ ഇതിനെയാണ് വിളിക്കുന്നത് നോൺ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് അല്ല, അത് സാമ്പിളിംഗിന്റെ ഇഷ്യൂ അല്ല, മറ്റെന്തോ ഇഷ്യൂ കൊണ്ടുണ്ടാവുന്ന എറർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
ഓക്കെ, സാമ്പിളിംഗ് ഡിസൈൻ പ്രോസസ്. ഓക്കെ, സാമ്പിളിംഗ് ഡിസൈൻ പ്രോസസ്സിലേക്ക് നമ്മൾ വരാൻ പോവാണ്. സാമ്പിൾ ഡിസൈൻ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ഫ്രെയിം ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ എന്താണ് 18 വയസ്സിന് മേളിലുള്ള ആളുകളാണ് നമ്മളുടെ പോപ്പുലേഷൻ. ഓക്കെ, ഡിറ്റർമിൻ സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ എടുക്കുന്നു. സെലക്ട് സാമ്പിളിംഗ് ടെക്നിക്ക്. സാമ്പിൾ ടെക്നിക്ക് എടുക്കുന്നു. സാമ്പിൾ ടെക്നിക്ക് ഏതൊക്കെ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ പോപ്പുലേഷൻ ഫിനിറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം. പോപ്പുലേഷൻ ഫിനിറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? പോപ്പുലേഷൻ ഫിനിറ്റ് ആണോ ഇവിടെ ഇൻഫിനിറ്റ് ആണോ? വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പോപ്പുലേഷൻ ഫിനിറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? പറയാൻ ബുദ്ധിമുട്ടാണ്. ഫിനിറ്റ് സിറ്റുവേഷൻ ആണ്. സോ ഫിനിറ്റ് ആണ്. ഈ ഫിനിറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് സാമ്പിൾ ടെക്നിക്. സാമ്പിൾ ടെക്നിക്ക് നിങ്ങൾ എടുക്കണം. ഏത് സാമ്പിൾ ടെക്നിക്ക് എടുക്കുക? പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ റാൻഡോ അല്ലെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡോ അങ്ങനെ എന്ത് സാമ്പിളിംഗ് മെത്തേഡ് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ അങ്ങനെ സാമ്പിൾ ടെക്നിക്ക് എടുക്കുന്നു. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നു. സാമ്പിൾ സൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ദെൻ എന്ത് ചെയ്യുന്നു? സാമ്പിളിംഗ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സാമ്പിൾ ഡിസൈനിന്റെ പ്രോസസ്സ് പഠിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ കാര്യങ്ങളെല്ലാം അല്ലേ? ശരിയാണോ? യെസ് ഓർ നോ? സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ. സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ പോപ്പുലേഷൻ അൺലിമിറ്റഡ് ആണെങ്കിൽ n is equal to z square into p root of 1 minus p the whole square divided by sigma square എന്നുള്ള ഫോർമുലയാണ്. ഫിനിറ്റ് പോപ്പുലേഷൻ ആണ്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ബെറ്റർ ഇതിന്റെ ലോജിക്ക് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. കാരണം ഇങ്ങനത്തെ ഇക്വേഷൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഇതിന്റെ ലോജിക്കാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. വേറൊന്നുമില്ല. ഇത് ഈ പറഞ്ഞ ഇക്വേഷൻ എല്ലാം അർത്ഥം വെക്കുന്നത് ഇതാണ്: ടി ഇൻറ്റു എസ് ഡിവൈഡ് ബൈ ഇ ദ ഹോൾ സ്ക്വയർ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ വാല്യൂ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടെസ്റ്റ് ചെയ്യണോ, 1% ചെയ്യണോ, 10% ചെയ്യണോ, നിങ്ങൾ തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 1% സിഗ്നിഫിക്കൻസിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ ടി വാല്യൂ എത്രയായിരിക്കും? 2.58 ആയിരിക്കും. നിങ്ങൾ സാധാരണ സോഷ്യൽ സയൻസിലുള്ള ആൾക്കാരാണെങ്കിൽ 5% ആണ്. 5% ഉള്ള ആൾക്കാരുടെ ടി വാല്യൂ എത്രയാണ്? 1.9. ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ എടുത്ത് നോക്കുക. വേറൊന്നുമില്ല, നിങ്ങൾ ലോഗരിതം ടേബിൾ എടുത്ത് നോക്കിയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലെ ടി വാല്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 1.96 ആയിരിക്കും. 1% നോക്കി കഴിഞ്ഞാൽ 2.58 ആയിരിക്കും. 10% നോക്കി കഴിഞ്ഞാൽ 1.645 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം 95% സിഗ്നിഫിക്കന്റും 5% നോട്ട് സിഗ്നിഫിക്കന്റ് ആണെന്ന്. ദാറ്റ് ഇസ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പഠിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ഥാപിക്കാൻ പോകുന്ന ഒരു കാര്യം H1 എന്ന് പറയുന്നത് 95% മേളിൽ വരണം. അതായത് നിങ്ങളുടെ അസംഷൻ 95% മേളിൽ സത്യമായിരിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസം. അതായത് അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? വിശ്വസിക്കുള്ളൂ എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5% ലെവൽ സിഗ്നിഫിക്കൻസ് എടുക്കണം. അപ്പൊ അതിന്റെ ടി വാല്യൂ എത്രയായിരിക്കും? 1.96. അതായത് നിങ്ങൾ മെഡിക്കൽ സയൻസുകാരാണെങ്കിൽ 5% ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 1% ചെയ്യുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം, അതായത് നിങ്ങൾ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ മിനിമം 99% ആ മരുന്ന് സക്സസ്ഫുൾ ആയിരിക്കണം. എന്നാലേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തോട്ടുകാരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ടി വാല്യൂ എത്ര എടുക്കണം? 2.58 എടുക്കും. 10% ചെയ്യണവരാണെങ്കിൽ 1.645 എടുക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ടി എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്തതാണ് എസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം പൈലറ്റ് സ്റ്റഡി. വേറൊന്നുമില്ല. ഇതിപ്പോ നിങ്ങൾക്ക് തോന്നിയത് എന്താ പഠിക്കണെന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോടി ആളുകളുണ്ട്. ഈ 1 കോടി ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ സാമ്പിൾ സൈസ് വേണ്ടേ? സാമ്പിൾ സൈസ് എത്ര എടുക്കും? 300 എടുക്കണോ 400 എടുക്കണോ? എത്ര എടുക്കണം എന്ന് പറയാമോ? എന്റെ ചോദ്യം ഇതാണ്. 1 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ആ 1 കോടി ജനങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ സാമ്പിൾ സൈസ് 300 എടുക്കണോ 400 എടുക്കണം? പെട്ടെന്ന് പറയേ.
അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയലും 300 ആണെങ്കിൽ 300 എന്ന് അറിയാം, 400 ആണെങ്കിൽ 400. പെട്ടെന്ന് ഗസ് ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് എത്തും പ്ലീസ്. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് 300 എടുക്കണോ 400 എടുക്കണോ എന്നറിയില്ല. സാമ്പിൾ സൈസ് എത്ര എടുക്കണം എന്നുള്ള അറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒരു പൈലറ്റ് സ്റ്റഡി നടത്തണം. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒരു 50 പേരുടെ അടുത്തോ അല്ലെങ്കിൽ 60 പേരുടെ അടുത്തോ ചോദിക്കണം. അപ്പൊ ഈ 50 പേരുടെ അടുത്ത് 60 പേരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ സാമ്പിൾ സൈസ് അറിയാൻ. അപ്പൊ മെയിൻ സ്റ്റഡിയിലേക്കുള്ള സാമ്പിൾ സൈസ് ആണെങ്കിൽ ആദ്യം ഒരു പൈലറ്റ് സ്റ്റഡി നടത്തണം. ആ പൈലറ്റ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു 100 കുട്ടികളെ നിങ്ങൾ എടുത്തു. ഈ 100 കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 കുട്ടികളെ നിങ്ങൾ പൈലറ്റ് സ്റ്റഡി, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ 10 കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഒരു ചോദിച്ചു. ഇപ്പോ അപർണ മിസ്സിനെ പറ്റിയ ഒരു അഭിപ്രായം, അപർണ മിസ് 100 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപർണ മിസ് തന്നെ ഒരു 10 കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്, അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപർണ മിസ്സിന്റെ അടുത്ത് ഈ 10 കുട്ടികളും നല്ല അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ അപർണ മിസ് എന്താ മനസ്സിലാക്കുക? ഈ 100 പേരുടെ അഭിപ്രായം അങ്ങനെ ആയിരിക്കും എന്നാണോ വിശ്വസിക്കുക? എന്തായിരിക്കും വിശ്വസിക്കുക? മിസ് ഒരു 10 പേരെ സാമ്പിൾ എടുത്തു. ആ 10 പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 10 പേര് ഒരേ രീതിയിൽ അപർണ മിസ് നല്ല മിസ് ആണെന്നാണ് പറഞ്ഞതെങ്കിൽ അപർണ മിസ് എന്താണ് വിചാരിക്കുക? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാമോ പ്ലീസ്? അപർണ മിസ് വിചാരിക്കുക ഈ 10 പേരുടെയും അഭിപ്രായം പോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്നാണ് മിസ് വിചാരിക്കുക. ശരിയല്ലേ? അതേസമയം 10 പേരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞെങ്കിലോ അപർണ മിസ്സിന് തോന്നും ഓക്കെ എല്ലാവരുടെ അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണല്ലോ, അപ്പൊ എനിക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു 10ഓ 20ഓ സാമ്പിൾ കൂടി ചോദിച്ചു നോക്കാം. അപ്പൊ എനിക്ക് കറക്റ്റ് പിക്ചർ കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടി എടുത്ത 10 പേരുടെ അഭിപ്രായത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം ആരിലുണ്ടാവും? പോപ്പുലേഷനുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിൾ സൈസ് ഒന്നുകൂടി കൂട്ടണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയ വിശ്വസിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുന്തോറും എന്ത് കൂടും? സാമ്പിൾ സൈസ് കൂട്ടേണ്ടതായിട്ട് വരും. ദെൻ അടുത്താണ് എറർ. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന T/S. അപ്പൊ നമുക്ക് 95% സിഗ്നിഫിക്കൻസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1.96 ഇൻറ്റു നമ്മൾ എങ്ങനെ ചെയ്യും? 1.96 ഇൻറ്റു എസ് എന്താണ് നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എക്സാമ്പിൾ 0.7 കിട്ടിയെന്ന് വിചാരിക്കും. 0.7 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? ഇ. ഫോർ എക്സാമ്പിൾ ഇ എന്ന് പറയുന്നത് 0.50 ആണെന്ന് വിചാരിക്കും. 0.50. എന്നിട്ട് എന്ത് ചെയ്യും? ഇത്രയും ചെയ്തിട്ട് ഓൾ സ്ക്വയർ ചെയ്യും. അപ്പൊ നമുക്ക് എന്തൊരു സാമ്പിൾ സൈസ് കിട്ടും. സോ ഈ ഇക്വേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ സാമ്പിൾ സൈസ് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. സാമ്പിൾ സൈസ് കൂടുകയും കുറയണ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ പൈലറ്റ് സ്റ്റഡിയിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടും തോറും സാമ്പിൾ സൈസ് കൂടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയും തോറും സാമ്പിൾ സൈസ് കുറച്ചു മതി. ക്ലിയർ ആയോ? Yes, sir. Okay. Then, what is the primary cause of sampling error in research? Answer, right answer comment here. What is the primary cause of sampling error in research? സാമ്പിളിംഗ് എററിന്റെ പ്രൈമറി കോസ് ഉണ്ട്. എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് എറർ വരുന്നത്? ഫോൾട്ടി ഡാറ്റ കളക്ഷൻ മെത്തേഡ്, നോൺ റെസ്പോൺസ് ഫ്രം പാർട്ടിസിപ്പൻസ്, റാൻഡം കളക്ഷൻ ഓഫ് സാമ്പിൾസ്, എറേഴ്സ് ഇൻ ഡാറ്റ പ്രോസസ്. എന്താ ഇഷ്യൂ? എന്താണ് പറഞ്ഞാണ് നമ്മൾ? റാൻഡം സെലക്ഷൻ ഓഫ് സാമ്പിൾ. നമ്മുടെ സെലക്ഷൻ കറക്റ്റ് ആയിട്ടല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകൾ നമ്മുടെ സാമ്പിളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സാമ്പിളിംഗ് എറർ സംഭവിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് നോൺ സാമ്പിളിംഗ് എറർ? നോൺ സാമ്പിളിംഗ് എററിന്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഇതിൽ ഏത് കാര്യമാണ് നോൺ സാമ്പിളിംഗ് എററിനെ കുറിച്ച് പറയുന്നത്? The difference between the sample statistic and the population parameter, errors due to chance variations in sampling selection, biases introduced by the data collection process,
ഫ്ലക്ച്വേഷൻ കോസ്ഡ് ബൈ റാൻഡം സാമ്പിളിംഗ്. നോൺ സാമ്പിളിംഗ് എററിനെ കുറിച്ചാണ് ചോദ്യം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് തമ്മിലുള്ള ഡിഫറൻസ് ആണോ? എറേഴ്സ് ഡ്യൂ ടു ദ ചാൻസ് വേരിയേഷൻ സാമ്പിളിംഗ് സെലക്ഷൻ. സാമ്പിളിംഗ് സെലക്ഷനിൽ ഉണ്ടാവുന്ന എറർ ആണോ? ബയാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഡാറ്റ കളക്ഷൻ പ്രോസസ്. നമ്മുടെ ഡാറ്റ കളക്ഷൻ പ്രോസസ്സിലെ ബയാസ് ആണ്. ഫ്ലക്ച്വേഷൻ കോസ്ഡ് ബൈ റാൻഡം സാമ്പിളിംഗ്. നമ്മുടെ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലെ ഫ്ലക്ച്വേഷൻ ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? സാമ്പിളിംഗുമായി ബന്ധപ്പെട്ട എററാണ് സാമ്പിളിംഗ്. സാമ്പിളിംഗുമായി ബന്ധപ്പെടാത്ത എററാണ് നോൺ സാമ്പിളിംഗ്. സോ ദ ആൻസർ ഇസ് സി. ബയാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഡാറ്റ കളക്ഷൻ പ്രോസസ്. ഡാറ്റ കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവിടെയാണ് പ്രശ്നം. അത് സാമ്പിളിംഗിന്റെ പ്രശ്നമല്ല. നിങ്ങൾ സാമ്പിളിംഗ് ഒക്കെ പക്കയിട്ട് ചെയ്തു, പക്ഷെ ഡാറ്റ കളക്ട് ചെയ്ത് തെറ്റാണെങ്കിലും. ഓക്കെ, റൈറ്റ് ആൻസർ ഇസ് സി. Which formula component increases the required sample size if it is large? Which formula component increases the required sample size if it is large? നമ്മളുടെ സാമ്പിൾ സൈസ് കൂട്ടുന്നത് ഏത് കൂടുമ്പോഴാണ്? വിച്ച് ഫോർമുല കമ്പോണന്റ് ഇൻക്രീസസ് ദ റിക്വയർഡ് സാമ്പിൾ സൈസ് ഇഫ് ഇറ്റ് ഈസ് ലാർജ്? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. Which formula component increases the required sample size if it is large? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, തൊട്ട് മുമ്പ് പഠിച്ചല്ലേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുന്തോറും സാമ്പിൾ സൈസ് കൂട്ടേണ്ട വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയും തോറും സാമ്പിൾ സൈസ് കുറവ് പഠിച്ചതാണ്, തൊട്ട് മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് A large standard deviation indicates more variability in the data requiring a large sample size to achieve the sample level. അടുത്തതാണ് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ട്. പ്രൈമറി ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ ഉണ്ട്. നമുക്ക് പ്രൈമറി ഡാറ്റ നമുക്ക് ഇന്റർവ്യൂയിലൂടെയും ക്വസ്റ്റ്യനറിലൂടെ ഒക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡറി ഡാറ്റ നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സ്, പബ്ലിഷ്ഡ് സോഴ്സ്, ബുക്ക്, ജേണല്, മാഗസിൻസ് ഇതൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം. അൺപബ്ലിഷ്ഡ് സോഴ്സ് അല്ല തീസിസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഓരോ സിറ്റുവേഷനിൽ പ്രൈമറി വേണോ സെക്കൻഡറി വേണോ എന്നുള്ളതാണ് അവിടെ. ടേഴ്സറി സോഴ്സസ്. എന്താണ് ടേഴ്സറി സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടേഴ്സറി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആർ ബേസ്ഡ് ഓൺ കളക്ഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി സെക്കൻഡറി കൂടി കൂടുന്നതാണ് ടേഴ്സറി ഡാറ്റ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കുകൾ, ഡിക്ഷണറി, എൻസൈക്ലോപീഡിയാസ്, മാനുവൽ ഗൈഡ് ബുക്സ്, ഡയറക്ടറീസ്, ആൽമനാക്സ്, ഏടുകൾ, ഇൻഡെക്സസ് ആൻഡ് ബിബ്ലിയോഗ്രഫി, ഇതിനൊക്കെയാണ് വിളിക്കുന്നത് ടേഴ്സറി സോഴ്സസ് വിളിക്കുന്നത്. ഇനി അടുത്താണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ്. ഡൈക്കട്ടോമസ് ക്വസ്റ്റ്യൻ. രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈക്കട്ടോമസ് ക്വസ്റ്റ്യൻസ്. ഡു യു വാണ്ട് എ ഡിജിറ്റൽ ഓൺ എ ഡിജിറ്റൽ ക്യാമറ? യെസ്, നോ. ഡൈക്കട്ടോമസ് ക്വസ്റ്റ്യൻ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഡൈക്കട്ടോമസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ, നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് എ ഡൈക്കട്ടോമസ് ക്വസ്റ്റ്യൻ. രണ്ട് ഓപ്ഷൻ ഉള്ളൂ. അതേസമയം മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നുള്ള 3 ഓപ്ഷൻ ഉണ്ടെങ്കിലോ ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിക്കട്ടോമസ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് രണ്ടിലധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്തായി മൾട്ടിക്കട്ടോമസ്. വിച്ച് ബ്രാൻഡ് ഡു യു പ്രിഫർ ടു ബൈ എ ഡിജിറ്റൽ ക്യാമറ? നിങ്ങൾ ഏത് ബ്രാൻഡാണ് പ്രിഫർ ചെയ്യുന്നത്? സോണി ആണോ, കാനൺ ആണോ, നിക്കൺ ആണോ, കൊഡാക് ആണോ? അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാം, അല്ലെ? സോ ഇതിനാണ് വിളിക്കുന്നത് മൾട്ടിക്കട്ടോമസ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. വിച്ച് ഇവാലറ്റ് ഡു യു പ്രിഫർ? 3 ഓപ്ഷൻ കൊടുക്കും. ദാറ്റ് ഇസ് എ മൾട്ടിക്കട്ടോമസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്താണ് ചെക്ക് ലിസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ചെക്ക് ലിസ്റ്റ് ക്വസ്റ്റിന്റെ പ്രത്യേകത? ഇവിടെ കൊടുത്തിരിക്കുന്നത് വിച്ച് ഇവാലറ്റ് ഡു യു പ്രിഫർ. നിങ്ങൾ ഏത് ഇവാലറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടിക്കട്ടോമസ്. ദെൻ വാട്ട് ഈസ് ചെക്ക് ലിസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഫീച്ചർ ഡു യു ലുക്ക് ഫോർ യുവർ ഡിജിറ്റൽ ക്യാമറ? നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഡിജിറ്റൽ ക്യാമറക്ക് നിങ്ങൾ നോക്കുന്നത്? പിക്ചർ ക്ലാരിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. സ്ക്രീൻ സൈസ് ഉണ്ടോ? ടിക്ക് ചെയ്യാം. അപ്പൊ എന്താ കാര്യം? ഇയാൾക്ക് മൾട്ടിക്കട്ടോമസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇയാൾക്ക് എന്ത് ചെയ്യാം? ഒന്നിലധികം ഓപ്ഷൻസിലും ടിക്ക് ചെയ്യാൻ പറ്റും. ഒന്നിലധികം ഓപ്ഷൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഞാൻ നോക്കുന്നത്?
പിക്ചർ ക്ലാരിറ്റി നോക്കുന്നു, സ്ക്രീൻ സൈസ് നോക്കുന്നു, എക്കണോമിക്കൽ ആയിരിക്കണം, ഫ്രീ സർവീസ് ഫോർ 1 year ആണ്, ലാർജ് മെമ്മറി കപ്പാസിറ്റി ആണ്. സോ ഒരാൾക്ക് ഒന്നിലധികം റെസ്പോൺസ് ചെയ്യാം. ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഇസ് കോൾഡ് ചെക്ക് ലിസ്റ്റ് ക്വസ്റ്റൻ ഓർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? Then സ്കെയിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ് സ്കെയിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? റാങ്കിങ് ക്വസ്റ്റ്യൻ ആണ് സ്കെയിൽ ടൈപ്പ് അല്ലെങ്കിൽ റാങ്കിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയ ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻഫ്ലുവൻസിങ് യുവർ ചോയ്സ് ഓഫ് ഡിജെ ക്യാമറ? താഴെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഡിജെ ക്യാമറ മേടിക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റർ എന്താണോ അതിനെ റാങ്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് അഡ്വർടൈസിംഗ് ആണ്. അപ്പൊ ഞാനൊരു ഫസ്റ്റ് റാങ്ക് കൊടുക്കും. സെക്കൻഡ് വൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുക കമ്പനി ബ്രോഷറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ടെലിവിഷൻ ആണ്. നാലാമത്തെ ന്യൂസ് പേപ്പർ ആണ്. അഞ്ചാമത്തെ ഇങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് എന്താണ് റാങ്കിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ. അപ്പൊ എന്താ കാര്യം, എന്നെ നെറ്റ് അഡ്വർടൈസിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള അപ്പൊ ഓരോന്റെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യുന്നതാണ് റാങ്കിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. ഇതിനടുത്താണ് ലിക്കർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതെല്ലാവർക്കും അറിയാം. ഹൈലി എഗ്രി, എഗ്രി, സ്ലൈറ്റ്ലി എഗ്രി, നെയ്തർ എഗ്രി, ഡിസഗ്രി, സ്ലൈറ്റ്ലി ഡിസഗ്രി, ഡിസഗ്രി, ഹൈലി ഡിസഗ്രി. ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് വിളിക്കുന്നത്. നമ്മൾ ലിക്കർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിളിക്കണം. ഹൈലി എഗ്രിക്ക് നമ്മൾ 7 പോയിന്റ് കൊടുക്കും. എഗ്രിക്ക് 6, 5, 4, 3, 2, 1 ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ലിക്കർ ടൈപ്പ് സ്കെയിൽ. ഹൈലി സാറ്റിസ്ഫൈഡ് ടു ഹൈലി ഡിസാറ്റിസ്ഫൈഡ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ? ഇതിനൊക്കെയാണ് വിളിക്കുക ലിക്കർ ടൈപ്പ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്താണ് നോമിനൽ സ്കെയിൽ. നമ്മുടെ നോമിനൽ സ്കെയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൈൻ സബ്ജക്ട് ടു ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറി, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാൻ പോവാണ്. നോമിനൽ ഉണ്ട്, കാറ്റഗറിക്കൽ സ്കെയിൽ ഉണ്ട്. നോമിനൽ അഥവാ കാറ്റഗറിക്കൽ സ്കെയിൽ ഉണ്ട്, ഓർഡിനൽ സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ സ്കെയിൽ ഉണ്ട്, പിന്നെ വരുന്നതാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിൽ ഉണ്ട്. നമുക്ക് ആദ്യം നോമിനൽ എന്താ നോക്കാം. നമ്മൾ ചോദിക്കാം നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുക. ദാറ്റ് ഇസ് കോൾഡ് നോമിനൽ സ്കെയിൽ. ഓക്കെ, മെയിൽ ആണോ ഫീമെയിൽ ആണോ? അപ്പൊ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, എന്താ കാര്യം, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിച്ചാൽ മെയിലിന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന് വേറൊരു അർത്ഥം കൂടി. എന്താണ് ഫീമെയിലിന് ടിക്ക് ചെയ്ത് അതിന്റെ അർത്ഥം എന്താ? ഞാൻ മെയിൽ അല്ല എന്നൊരു അർത്ഥമുണ്ട്. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഫീമെയിലിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇറ്റ് ഈസ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതാണ് നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകത. നമ്മൾ 2 ഓപ്ഷൻ കൊടുത്താൽ ആ 2 ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് നോമിനൽ സ്കെയിൽ. ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, നോ ഓർഡർ ഓർ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് വേണമെങ്കിൽ മെയില് ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം, ഫീമെയിൽ മെയിൽ എന്ന് കൊടുക്കാം. അതിനൊരു ഓർഡർ ഇല്ല. നോ ഓർഡർ ഓർ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. മെയിലും ഫീമെയിലും തമ്മിൽ ഇത്ര ഡിഫറൻസ് ഉണ്ട് അങ്ങനെ പറയാനും പറ്റില്ല. ഓക്കെ, നോ അരിത്തമെറ്റിക് ഒറിജിൻ. അതായത് മെയിലിൽ നിന്ന് തുടങ്ങണമെന്നില്ല, ഫീമെയിലും തുടങ്ങുന്നില്ല. ദാറ്റ് ഈസ് നോ അരിത്തമെറ്റിക് ഒറിജിൻ. ഓൺലി കൗണ്ട് നമ്പേഴ്സ് ഇൻ കാറ്റഗറി. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫീമെയിലിന് 1 എന്നും മെയിലിന് 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? മെയിലിന് 1 എന്നും ഫീമെയിലിന് 2 എന്നും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഈ 1ഉം 2ഉം കൊടുക്കുന്നത് ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്, കൗണ്ട് നമ്പർ ആണ്. അല്ലാതെ അതിനൊരു വാല്യൂ ഇല്ല. അതൊരു വാല്യൂ ഉള്ള നമ്പർ അല്ല, ഒരു കൗണ്ട് നമ്പർ മാത്രമായിരിക്കും. ഓൺലി പ്രസന്റ് പെർസെന്റേജ് ഓഫ് കാറ്റഗറി. നമുക്ക് അവിടെ പെർസെന്റേജ് അനാലിസിസ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. chi-square most often used test statistical significance വേണ്ടിയിട്ട് chi-square ടെസ്റ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ഇതാണ് നോമിനൽ സ്കെയിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണ്, കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് എന്താന്ന് നോക്കാം. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തു മെയില് ഫീമെയിൽ എന്ന് കൊടുത്തു. ഇഫ് മെയിൽ ദെൻ നോട്ട് ഫീമെയിൽ. ഒരാളുടെ മെയിൽ ടിക്ക് ചെയ്തതിന്റെ അർത്ഥം എന്താണ്? ഫീമെയിൽ അല്ല എന്നുള്ള അർത്ഥം. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. വാട്ട് ഈസ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്? നമ്മൾ മെയില് ഫീമെയിൽ എന്ന് ഓപ്ഷൻ കൊടുത്തു, എന്തില്ല, ഈ 2 ഓപ്ഷനുള്ളൂ, വേറെ മറിച്ചൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അർത്ഥം കൂടി. ദാറ്റ് ഈസ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നമ്മളൊരു ഡൈസ് ഉണ്ട്. അപ്പൊ ഡൈസിന് എന്താണ് 1, 2, 3, 4, 5, 6 6 സ്പേസ് ആണോ അല്ലേ? യു കനോട്ട് ഗെറ്റ് 7 എന്നുള്ള ഓപ്ഷൻ കിട്ടില്ല. ദാറ്റ് ഈസ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, അപ്പോ നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, അടുത്താണ് ഓർഡിനൽ സ്കെയിൽ. എന്താണ് ഓർഡിനൽ സ്കെയിൽ? ഒരു ഓർഡർ ഉണ്ട്. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം, അതായത് അപർണ മിസ് ഉണ്ടാക്കിയ ഭക്ഷണം ഹോട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു.
ഷെറിമിസ് ഉണ്ടാക്കിയ ഭക്ഷണം ഹോട്ടർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഹോട്ടസ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 3 ഭക്ഷണം കൂടി വെച്ച് കഴിച്ചിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് ഇത് ഹോട്ടാണ്, എരിവ് കുറവാണ്, അടുത്തതിന് എരിവ് കുറച്ചുകൂടി എരിവുണ്ട്, അടുത്തതിന് കുറച്ചുകൂടി ഞാൻ ഉണ്ടാക്കിയതിന് കുറച്ചുകൂടി അധികം എരിവുണ്ട്. സോ ഇവിടെ എന്താ, ഇതിനൊരു ഓർഡർ ഉണ്ട് അല്ലെ? ഇങ്ങനെ നമുക്ക് ഒരു ഓർഡർ ചെയ്യാൻ പറ്റും, ചെറുത് വലുത് ചെറുത് വലുത് അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഫസ്റ്റ് അപർണ മിസ് ഉണ്ടാക്കിയ ഭക്ഷണത്തിന് കുറച്ച് എരിവുള്ളൂ, ഷെറിൻ മിസ് ഉണ്ടാക്കിയ ഭക്ഷണത്തിന് എന്താണ് കുറച്ചും കൂടി എരിവ് ഉള്ളൂ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അങ്ങേയറ്റം എരിവാണ്. അപ്പോ ഈ രണ്ട് ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല ഈ രണ്ട് ഭക്ഷണങ്ങൾ തമ്മിലുള്ള എരിവിന്റെ ഡിസ്റ്റൻസ്. സോ ഒരു കോമൺ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ ഐറ്റം ഈസ് അൺസ്പെസിഫൈഡ്. ഗ്യാപ്പ് എന്താ, അൺസ്പെസിഫൈഡ് ആണ്. ഇതാണ് ഓർഡിനൽ സ്കെയിലിലെ പ്രത്യേകത. ദാറ്റ് ഇസ് റാങ്കിങ് സ്കെയിലിന്റെ പ്രശ്നം. അതാണ് പറഞ്ഞുതരാം. അതായത് ഒരാൾ ഓട്ടപ്പന്തയത്തിൽ മത്സരിച്ചു, അയാൾ 8 സെക്കൻഡ് കൊണ്ട് തീർത്തു. അതേ മത്സരത്തിൽ തന്നെ തൊട്ട് പുറകെ വന്ന ആള് 8.2 സെക്കൻഡ് എടുത്തു. മൂന്നാമത്തെ ആള് 10.2 സെക്കൻഡ് എടുത്തു. ഇയാൾക്ക് 1-ാം റാങ്കും ഇയാൾ 2-ാം റാങ്കും ഇയാൾ 3-ാം റാങ്കാണ്. പക്ഷെ 1-ാം റാങ്കുകാരന് 2-ാം റാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 0.2 ആണ്. പക്ഷെ 2-ാം റാങ്കുകാരനും 3-ാം റാങ്കുകാരനുള്ള ഡിഫറൻസ് എത്രയാ, ഇവിടെ 0.2 ആണെങ്കിൽ ഇവിടെ 2 ആണ്. സോ ഒരു കോമൺ ഡിസ്റ്റൻസ് അല്ല ഓർഡിനൽ സ്കെയിൽ വരുന്നത്. ഇതിനെ നമുക്ക് ഓർഡർ ആക്കാൻ പറ്റും എന്നേ പറ്റും. ക്ലിയർ ആയോ? ഇതിനാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് മീഡിയൻ ആണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, മീൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. മീഡിയൻ ആണ് ബെറ്റർ. ഓർഡിനൽ സ്കെയിലുകളിൽ മീഡിയൻ ആണ് ബെറ്റർ. ഓക്കെ, ഓർഡിനൽ സ്കെയിലിൽ ഇതാണ് നിങ്ങൾക്ക് റാങ്ക് ചെയ്യാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന നെറ്റ്വർക്ക് ഏതാണ്, ചാനൽ ഏതാണ്, CTV, CNBC, NDTV, BBC. സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള റാങ്കിങ് ക്വസ്റ്റ്യൻ. അടുത്താണ് ഇന്റർവൽ സ്കെയിൽ. ഇന്റർവൽ സ്കെയിൽ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവൽ ഉണ്ടാവും. ഇവിടെ നോക്കി 100, 90 തമ്മിലുള്ള ഒരു കോമൺ ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ദ ഗ്യാപ് ബിറ്റ്വീൻ ബോൾ നമ്പർ ഓർ ദ സ്കെയിൽ ആർ ഈക്വൽ ആയിരിക്കും. ഫാരൻഹീറ്റ്, സെൽഷ്യസ് ടെമ്പറേച്ചർ അതൊക്കെ. ഓക്കെ, ആൻഡ് ഇന്റർവൽ സ്കെയിൽ ഡസ് നോട്ട് ഹാവ് എ ട്രൂ സീറോ. ഇന്റർവൽ സ്കെയിൽ എന്തുണ്ടാവില്ല, ഒരു ട്രൂ സീറോ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ 0. ഇവിടെ 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ഡസൻ മീൻ ദാറ്റ് ഈസ് നോട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അർത്ഥം, ആ ടെമ്പറേച്ചർ എന്താണ്, 0 ആണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ജസ്റ്റ് ആൻ ആർബിട്രറി സീറോ പോയിന്റ്. ഓക്കെ, അതാണ് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് ടൈപ്പ് സ്കെയിലൊക്കെ ഇന്റർവൽ സ്കെയിലായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, കോമൺ ഡിസ്റ്റൻസ് ഇവിടെ നോക്കിയേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ലെവൽ ഓഫ് എഗ്രിമെന്റ് 1, 2, 3, 4, 5, 6, 7. ഇതിൽ എന്താ അർത്ഥം, 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 2 ഉം 3 എല്ലാം കോമൺ ഡിസ്റ്റൻസ് അല്ലേ നോക്കി. ഇതാണ് ലിക്വിഡ് ടൈപ്പ് സ്കെയിലിന്റെ പ്രത്യേകത. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ റാങ്കിങ് സ്കെയിൽ, ഓർഡിനൽ സ്കെയിലിൽ കോമൺ ഡിസ്റ്റൻസ് ആണോ, ഇവിടെ ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ആൾക്ക് 8 സെക്കൻഡ്, രണ്ടാമത്തെ റാങ്ക് 8.2, മൂന്നാമത്തെ ആൾ 10.2. ഒരു കോമൺ ഡിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല. ഇതാണ് ഓർഡിനൽ സ്കെയിലിൽ കോമൺ ഡിസ്റ്റൻസ് ഇല്ല. അതേസമയം ഇന്റർവൽ സ്കെയിലില് ലിക്വിഡ് ടൈപ്പ് സ്കെയിലുകൾക്ക് എന്നിട്ട് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അതായത് ഹൗ ലൈക്ലി യു ഗോയിങ് ടു ബൈ എ ന്യൂ ഓട്ടോമൊബൈൽ വിത്തിൻ നെക്സ്റ്റ് 6 months? ഡെഫിനറ്റ്ലി വിൽ നോട്ട് ബൈ, പ്രോബബ്ലി വിൽ നോട്ട് ബൈ, മേ ഓർ മേ നോട്ട് ബൈ, പ്രോബബ്ലി വിൽ ബൈ, ഡെഫിനറ്റ്ലി വിൽ ബൈ. സോ ഇതെന്താണ്, ഒരു കോമൺ ഡിസ്റ്റൻസ് ഉണ്ട്. 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 2 ഉം 3 തമ്മിലുള്ള 1 ആണ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഇന്റർവൽ സ്കെയിൽ. അടുത്ത റേഷ്യോ സ്കെയിൽ. ഏറ്റവും നല്ല സ്കെയിൽ എന്ന് പറയുന്നത്, റിച്ച് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് റേഷ്യോ സ്കെയിലാണ്. നമുക്ക് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളും പഠിച്ചിരുന്നോ, ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഓക്കെ, ബെറ്റർ. നിങ്ങൾ എന്താ ചെയ്യുക, ഹൈറ്റ്, വെയിറ്റ്, ഏജ് ഇതൊക്കെ ചോദിക്കുക. ഇതൊക്കെ എന്താണ്, റേഷ്യോ സ്കെയിലാണ്. വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം ബിഫോർ ടാക്സസ് എന്ന് പറഞ്ഞ ഡാഷ് ഇട്ട് ചോദിച്ചു. അപ്പൊ അവർ പറയണേ എന്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 1,10,000 ആണ് പറയണം. സോ നമുക്ക് എന്തായിട്ട് എക്സാക്ട് ഫിഗർ കിട്ടിയത്. സോ എക്സാക്ട് ഫിഗറുകൾ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്തെടുക്കും, റേഷ്യോ സ്കെയിൽ നോക്കി. ഹൗ ഫാർ യുസ് എ വർക്ക് പ്ലേസ് ഫ്രം ഹോം, എത്ര ദൂരമുണ്ട്, 12 മൈൽ. എക്സാക്ട് ഫിഗർ കിട്ടി. സോ ഇതാണ് എന്ത് സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം ബിഫോർ ടാക്സസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് നമ്മൾ ഓപ്ഷൻ ഇടാണ് 0 to 1 lakh, 1 lakh to 5 lakh, 5 lakh above എന്നാണ് ഇടുന്നെങ്കിൽ ഇത് ഏത് ടൈപ്പ് സ്കെയിലാണ് പറയാമോ? 0 to 1 lakh, 1 lakh to 5 lakh, 5 lakh above എന്നാണെങ്കിൽ ഇത് നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, അതോ ഇന്റർവെൽ സ്കെയിൽ ആണോ, റേഷ്യോ സ്കെയിൽ ആണോ? നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, ഇന്റർവെൽ സ്കെയിൽ ആണോ, റേഷ്യോ സ്കെയിൽ ആണോ? 0 to 1, 1 to 5, 5 lakh above.
ഇത് നോമിനൽ സ്കെയിലാണ്. നമ്മൾ ഓപ്ഷൻ കൊടുത്താൽ അത് എന്താണ്? നോമിനൽ ആണ്. മനസ്സിലായോ? വേണമെങ്കിൽ നമുക്ക് ഓർഡിനലാണെന്ന് പറയാം. ഇതിനൊരു ഓർഡർ ഉണ്ട്. ഓക്കെ. പക്ഷെ എന്തല്ല, ഇന്റർവൽ സ്കെയിലോ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ അല്ല. നിങ്ങൾ നോക്കുമ്പോൾ 0 to 1, 1 to 5 ഇന്റർവെൽ പോലെ ഉണ്ടല്ലോ. അല്ല, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇത് നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ ഡാഷ് ഇട്ട എക്സാക്ട് എക്സ് വാല്യൂ കളക്ട് ചെയ്യാനാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് റേഷ്യോ സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. കമ്പാരിസൺ ഓഫ് മെഷർമെന്റ്. നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകിച്ച് നമുക്ക് ലേബൽ ഉണ്ടാവും, ഓർഡർ ഉണ്ടാവില്ല, ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, ഒറിജിൻ ഉണ്ടാവില്ല. നമുക്ക് മെയില് ഫീമെയില് വേണമെങ്കിൽ ഫീമെയില് മെയിൽ എങ്ങനെ വേണമെങ്കിലും തുടങ്ങാൻ പറ്റും. ഓർഡിനൽ സ്കെയിലിലേക്ക് വരണമെങ്കിലോ ലേബൽ ഉണ്ടാവും, ഓർഡർ ഉണ്ടാവും. അതായത് നമുക്ക് ഓർഡർ ഉണ്ട്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അങ്ങനെ ഓർഡർ ഉണ്ട്. പക്ഷെ ഡിസ്റ്റൻസ് ഇല്ല. ഫസ്റ്റ് റാങ്കുകാരനും സെക്കൻഡ് റാങ്കുകാരനും സെക്കൻഡ് റാങ്കുകാരനും തേർഡ് റാങ്കുകാരനുള്ള ഡിഫറൻസ് കോമൺ അല്ല. സോ നോ കോമൺ ഡിസ്റ്റൻസ്. ഒറിജിനും ഇല്ല. ഇന്റർവെൽ സ്കെയിൽ ആണെങ്കിലോ ലേബൽ ഉണ്ടാവും, ഓർഡർ ഉണ്ടാവും, ഡിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ ഉണ്ടാവില്ല, ഒറിജിൻ ഉണ്ടാവില്ല. നമുക്കാണെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ടു ഹൈലി ഡിസാറ്റിസ്ഫൈഡ് വരെ സ്കെയിൽ ഇടാം, അല്ലെങ്കിൽ ഹൈലി ഡിസാറ്റിസ്ഫൈഡ് ടു ഹൈലി സാറ്റിസ്ഫൈഡ് അങ്ങനെ ഇടുക, തിരിച്ചു മറിച്ചുവിടാം. ദർ ഇസ് നോ ഒറിജിൻ, ഒറിജിൻ ഇല്ല. റേഷ്യോ സ്കെയിൽ ആണെങ്കിലോ ലേബൽ ഉണ്ട്, ഓർഡർ ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ഒറിജിൻ. ഓക്കെ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ കമന്റ് ചെയ്യുക. വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് ടിപ്പിക്കലി ഗാതേർഡ് ഫ്രം സോഴ്സസ് ലൈക്ക് അക്കാഡമിക് ആർട്ടിക്കിൾസ്, ബുക്സ് ഓർ റിപ്പോർട്ട്സ്? ടൈപ്പ് ഓഫ് ഡാറ്റ ടിപ്പിക്കലി ഗാതേർഡ് സോഴ്സ് ലൈക്ക് അക്കാഡമിക് ആർട്ടിക്കിൾസ്, ബുക്സ്, റിപ്പോർട്ട്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്താണ്? സെക്കൻഡറി ഡാറ്റയാണ്. ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Then what is the main characters of ordinal scale? Ordinal scale in the main characters. They provide a true 0 point. They measure frequency of occurrence. They rank order items. They have equal intervals between it. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. It's the main characters of ordinal scale. ഓർഡിനൽ സ്കെയിലിലെ ക്യാരക്ടർ എന്താ? ഓർഡർ ഉണ്ട് അല്ലേ? They rank order items. ശരി. Which measurement scale can be used to perform all basic arithmetic operations? ഞാൻ ഒട്ടുമ്പ് പറഞ്ഞാണ്, എല്ലാ അരിത്തമെറ്റിക്കൽ ടെസ്റ്റുകളും എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളും ചെയ്യാൻ പറ്റാവുന്ന സ്കെയിൽ ഏതാണ്? നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ. ഓക്കെ, പെട്ടെന്ന് ആൻസർ റേഷ്യോ. റൈറ്റ് ആൻസർ റേഷ്യോ. ഡാറ്റ അനാലിസിസ് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലേക്കാണ് നമുക്ക് പോകുന്നത്. ഡാറ്റ അനാലിസിസ് ഹൈപ്പോത്തസിസിലേക്ക് വരുന്ന കാര്യങ്ങളാണ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ആൻഡ് നോർമാലിറ്റി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മൾ ഓൾറെഡി റിലയബിലിറ്റിനെ വാലിഡിറ്റിനെ പറ്റി മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? പറഞ്ഞോ. റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനാലിസിസ് നടത്തുന്ന സമയത്ത്, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടത്തണം ഡാറ്റ അനാലിസിസ് നടത്തണം. ആ സമയത്ത് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് റിലയബിലിറ്റി, വാലിഡിറ്റി, നോർമാലിറ്റി. പഠിച്ചിരുന്നോ? എന്തൊക്കെയാണ് റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് നോർമാലിറ്റി? നമുക്ക് ആദ്യം നോക്കാം എന്താണ് വാലിഡിറ്റി എന്നുള്ളത്. ഫേസ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപർണ മിസ് അല്ലെങ്കിൽ ഷെറി മിസ് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റിനെയർ ഉണ്ടാക്കി. അപ്പൊ ആ ക്വസ്റ്റിനെയർ ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റിനെയർ ആ പർട്ടിക്കുലർ കാര്യത്തെ പറ്റി മെഷർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റിനെയർ തന്നെയാണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു? മിസ് ഒരു റിസർച്ച് ഗൈഡിന്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ ഈ ക്വസ്റ്റ്യൻ ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഫേസ് വാലിഡിറ്റി. എക്സാമ്പിൾ, യു ക്രിയേറ്റ് എ സർവേ ടു മെഷർ ദ റെഗുലാരിറ്റി ഓഫ് പീപ്പിൾസ് ഡയറ്ററി ഹാബിറ്റ്.
ആളുകളുടെ ഡയറ്ററി ഹാബിറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപർണ മിസ് എന്ത് ചെയ്തു? കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കും. 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. യു റിവ്യൂ ദ സർവേ ഐറ്റംസ് വിച്ച് ആസ് ക്വസ്റ്റ്യൻ അബൌട്ട് എവറി മീൽ ഓഫ് ദ ഡേ ആൻഡ് സ്നാക്സ് ഈറ്റൺ ഇൻ ബിറ്റ്വീൻ ഓഫ് എവറി ഡേ ഓഫ് ദ വീക്ക്. എല്ലാ ആഴ്ചയിൽ എന്താ കഴിക്കുന്നത്, എന്തൊക്കെ മീൽസാ കഴിക്കണേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട് അതിൽ. On its surface, the survey seems like a good representation of what you want to test. So you consider it to have high face validity. എന്താ കാര്യം എന്താ? മിസ് അവിടെ എന്താ ചെയ്തത്? ഒരു ദിവസത്തെ മീൽസ് മാത്രമല്ല എടുത്തത്, ഓരോ ആഴ്ചകളിൽ എന്തൊക്കെ കഴിക്കാറുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ചു. സോ ദാറ്റ് ഈസ് കോൾഡ് ഫേസ് വാലിഡിറ്റി. അതായത് ഒരാളുടെ ഡയറ്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫേസുകളും മിസ് എന്ത് ചെയ്തു? ചോദിച്ചു. കാരണം ഇപ്പൊ ഒരു ദിവസത്തെ ചോദിക്കുള്ളൂ എന്ന് വിചാരിക്കും, അതിന് ഫേസ് വാലിഡിറ്റി ഇല്ല. കാരണം എന്താ? ഒരു ദിവസം ഒരാൾ കഴിക്കുന്ന ഭക്ഷണം അല്ല അടുത്ത ദിവസം കഴിക്കുന്നത്, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം ചോദ്യങ്ങൾ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഒരു കാര്യത്തെ പറ്റി മെഷർ ചെയ്യുക, ഡയറ്ററി ഹാബിറ്റ് മെഷർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാഴ്ചത്തെ എങ്കിലും ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് കോൾഡ് ഫേസ് വാലിഡിറ്റി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതെന്താണ്? സത്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ല. ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അല്ല. ഇതൊരു ആത്മപരിശോധനയാണ്. അതൊരു ഗൈഡിനെ കൊണ്ട്, ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് ഫേസ് വാലിഡിറ്റി. ഇതിന്റെ അടുത്താണ് കണ്ടന്റ് വാലിഡിറ്റി. എന്താണ് കണ്ടന്റ് വാലിഡിറ്റി? ഇതും അക്കാഡമീഷ്യൻസിനെ, ഇൻഡസ്ട്രി എക്സ്പെർട്ടിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കണ്ടന്റ് വാലിഡിറ്റി. എക്സാമ്പിൾ, എ മാത്തമാറ്റിക്സ് ടീച്ചർ ഡെവലപ്പ് ആൻ എൻഡ് ഓഫ് സെമസ്റ്റർ ആൽജബ്ര ടെസ്റ്റ് ഫോർ ഹർ ക്ലാസ്. ഇപ്പോ അപർണ മിസ് അല്ലെ ഷെറി മിസ് നിങ്ങൾ കണക്ക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടികൾക്ക് ഈ കണക്കിലൊക്കെ നല്ല അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. സോ ദ ടെസ്റ്റ് ഷുഡ് കവർ എവറി ഫോം ഓഫ് ആൽജബ്ര ദാറ്റ് ടോട്ട് ഇൻ ദ ക്ലാസ്. അതായത് 6 മാസം നിങ്ങൾ ആ സെമസ്റ്റർ പഠിപ്പിച്ച ആൽജബ്രയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിലുണ്ടായിരിക്കണം. ഈ സം ടൈപ്പ് ഓഫ് ആൽജബ്ര ആർ ലെഫ്റ്റ് ഔട്ട്. അതായത് എന്ത് ചെയ്തു? അവിടെ 5 മൊഡ്യൂൾ ഉണ്ട്. ആ 5 മൊഡ്യൂളിൽ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ 5 മൊഡ്യൂൾ ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 മൊഡ്യൂളുകളിൽ നിന്നാണ് മിസ് എന്ത് ചെയ്തുള്ളൂ? ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഇപ്പൊ ചില കുട്ടികൾ ചിലപ്പോൾ മൂന്നാമത്തെ, നാലാമത്തെ, 5-മത്തെ ആയിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കും. അപ്പൊ മിസ് എന്ത് ചെയ്യണം? ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് കോൾഡ് കണ്ടന്റ് വാലിഡിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ദെൻ അടുത്താണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. ഈ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ നേരത്തെ 2 വാലിഡിറ്റി വെച്ചാൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്തുള്ള വാലിഡിറ്റിയാണ്. ഇനി അടുത്ത വാലിഡിറ്റി വെച്ചാൽ ഡാറ്റ കളക്ട് ചെയ്ത ശേഷം ഡാറ്റ വാലിഡിറ്റി. ദാറ്റ് ഈസ് കോൾഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി. കൺസ്ട്രക്ട് വാലിഡിറ്റിയിൽ വരുന്ന 2 വാലിഡിറ്റിയാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ആൻഡ് കൺവേർജന്റ് വാലിഡിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ആൻഡ് കൺവേർജന്റ് വാലിഡിറ്റി ഇസ് എ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ട് വാലിഡിറ്റി. എന്താണെന്ന് നോക്കാം. Discriminant validity shows you that 2 tests that are not supposed to be related, in fact, unrelated. Convergent validity shows you that 2 tests that are supposed to be related to each other are in fact related. എന്താണെന്ന് പറഞ്ഞുതരാം. ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഡൈവർജന്റ് വാലിഡിറ്റി എന്ന് വിളിക്കാം. You want to check the discriminant validity of scale measuring neuroticism. One option to pick the opposite construct. From academic literature, you know that neuroticism and emotional stability are considered opposite. അതായത് നിങ്ങൾക്കറിയാം ഈ ന്യൂറോട്ടിസവും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എ റേറ്റിംഗ് സ്കെയിൽ മെഷറിംഗ് ന്യൂറോട്ടിസം ഷുഡ് ബി നെഗറ്റീവ്ലി കോറിലേറ്റഡ് വിത്ത് ടെസ്റ്റ് മെഷറിംഗ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. അതായത് നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു, ആ ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഒരാൾ പറയാണ് എനിക്ക് ന്യൂറോട്ടിസം ഉണ്ടെന്ന് പോസിറ്റീവായിട്ട് പറയാണ്, അതേ വ്യക്തി തന്നെ പറയാണ് എനിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയണം പോസിറ്റീവായിട്ട് പറയാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? യു നോ ദാറ്റ്, നിങ്ങൾക്കറിയാം ന്യൂറോട്ടിസവും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരാൾക്ക് ന്യൂറോട്ടിസം ഉണ്ടെങ്കിൽ അയാളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഒരാൾക്ക് ന്യൂറോട്ടിസം ഇല്ലെങ്കിലോ അയാളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോ ഒരാൾ തിരിച്ചാ പറഞ്ഞത്, അയാൾ രണ്ടും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? നമ്മൾ ചോദിച്ച ചോദ്യം അയാൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനെയറിലെ മിസ്റ്റേക്ക് ആണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ഇതുപോലുള്ള ഓപ്പോസിറ്റ് ആൻസർ വന്നിട്ട് നമുക്കറിയാൻ പറ്റും ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ഉണ്ടോ എന്നറിയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്താണ് കൺവേർജന്റ് വാലിഡിറ്റി. കൺവേർജന്റ് വാലിഡിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ
The scores of two tests, one measuring self-esteem and other measuring confidence, are likely to be correlated. Individuals scoring high self-esteem are more likely to score high confidence. These two tests would have high convergent validity. അതായത് ഒരാള് ഹൈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ആള് എന്ത് പറയണം, ഈ കോൺഫിഡൻസും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും റിലേറ്റഡ് ആണ്. സോ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ ആൾ എന്ത് പറഞ്ഞിരിക്കണം, സെൽഫ് എസ്റ്റീം ഉണ്ടെന്ന് പറഞ്ഞ ആൾ എന്ത് പറഞ്ഞിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ വേറെ കാര്യമുണ്ട്, സെൽഫ് എസ്റ്റീമിന് എങ്ങനെയാണോ റെസ്പോൺസ് ചെയ്തേ ആ ഡിറ്റോ പോലെ ഒരാൾ കോൺഫിഡൻസിനും റെസ്പോൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ, അയാൾക്ക് ഉറപ്പായിട്ട് സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും തമ്മിൽ കോറിലേറ്റഡ് ആണ്, ശരിയാണ്, സംബന്ധിച്ചു. പക്ഷെ സെൽഫ് എസ്റ്റീം ആൻസർ ചെയ്ത അതേ റെസ്പോൺസ് തന്നെ എവിടെ കിട്ടില്ല, കോൺഫിഡൻസ് കിട്ടില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരേ രീതിയിൽ തന്നെ ഒരാൾ ആൻസർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, കൺവേർജൻ വാലിഡിറ്റി ഇഷ്യൂ ഉണ്ടെന്ന്. കാരണം അയാൾ സെൽഫ് എസ്റ്റീമിനെ മനസ്സിലാക്കിയിരിക്കുന്നതും കോൺഫിഡൻസിനെ മനസ്സിലാക്കിയിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ്. മനസ്സിലായി? ഇപ്പൊ ഞാൻ ചോദിക്കണം നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഞാനൊരു 10 ചോദ്യം ചോദിച്ചു. ആ 10 ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. കോൺഫിഡൻസിനെ പറ്റിയും 10 ചോദ്യം ചോദിച്ചു. ഈ 10 ചോദ്യത്തിന് കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് ഈ 10 കോൺഫിഡൻസിന് മറുപടി. അതായത് ഇവിടുത്തെ 10 ചോദ്യത്തിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5 പറഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4 പറഞ്ഞു, അടുത്ത 5 4. ആ ഒരേ പാറ്റേണിൽ തന്നെയാണ് ഈ കോൺഫിഡൻസിന്റെ ആൻസർ ചെയ്തതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഇയാൾക്ക് സെൽഫ് എസ്റ്റീമിന്റെ ചോദ്യവും കോൺഫിഡൻസിന്റെ ചോദ്യവും ഏതാണ്ട് ഒരുപോലെയാണ് ഫീൽ ചെയ്തെന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ എന്തുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്, ചോദ്യം മനസ്സിലായില്ല. അപ്പൊ എന്തിരിക്കണം, ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ശരിയാണ്, പക്ഷെ ആ ഡിറ്റോ ആൻസർ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അതെന്തിന്റെ പ്രശ്നം, നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ആരുടെ പ്രശ്നം, അവരുടെ പ്രശ്നമല്ല, നമ്മളുടെ പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് കൺവെർജന്റ് വാലിഡിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. സോ അപ്പൊ നമ്മൾ പഠിച്ചതിൽ വാലിഡിറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്താണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കൺസിസ്റ്റൻസി എന്നാണ് അർത്ഥം. നമ്മൾ ചോദിച്ച ചോദ്യം ഒരുപോലെ ആൻസർ ചെയ്യാം, വേറൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു എന്തുണ്ടോ കസ്റ്റമർ ലോയാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ കസ്റ്റമർ ലോയാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിച്ചാൽ നിങ്ങൾ വീണ്ടും ഇതേ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോ ഇതേ പ്രൊഡക്റ്റ് വീണ്ടും റീപർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 5 പറഞ്ഞു. നിങ്ങൾ ഇതേ പ്രൊഡക്റ്റ് മറ്റാളുകൾക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 1 പറഞ്ഞു. ഓക്കെ. നിങ്ങളുടെ സുഹൃത്തിന് ഒരു സെലിബ്രേഷൻ വരാനാണ്, ആ സെലിബ്രേഷൻ സമയത്ത് നിങ്ങൾ ഇത് മേടിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു 4 നോക്കും. അപ്പൊ എന്താ അർത്ഥം എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് രണ്ടാമത്തെ ആൻസർ. ഒരാള് വീണ്ടും ഒരു പ്രൊഡക്റ്റ് മേടിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ വരുമ്പോൾ ഇതെന്താണ്, റിലയബിലിറ്റി ഇഷ്യൂ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ അയാൾ അശ്രദ്ധമായിട്ട് ആൻസർ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് എ റിലയബിലിറ്റി ഇഷ്യൂ. അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന്റെ പേരാണ് ക്രോൺബാച്ച് ആൽഫ എന്ന് പറയും. ക്രോൺബാച്ച് ആൽഫ. ആ ക്രോൺബാച്ച് ആൽഫ 0.70 മേളിലായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്തതാണ് നോർമാലിറ്റി. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്തായിരിക്കണം, നോർമൽ ആയിരിക്കണം. എന്താണ് നോർമാലിറ്റി? ഒരു സൈഡിലേക്ക് ചാഞ്ചാട്ടം പാടില്ല, ഒരു ബെൽ കർവ്ഡ് ഷേപ്പ് ആയിരിക്കണം. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഓക്കെ. സോ അതാണ് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി സ്കൂഡ്. സോ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആവണം. അപ്പോ ഇത് എത്രമാത്രം സൈഡിലേക്ക് ചാഞ്ചാടി എന്നുള്ളതാണ്, അഭിപ്രായത്തിൽ എത്രത്തോളം ചാഞ്ചാട്ടം ഉണ്ടെന്നുള്ളതാണ് എന്ത്, നോർമാലിറ്റി നോക്കുന്നത്, ദാറ്റ് ഈസ് സ്ക്യൂനെസ് നോക്കുന്നതെങ്കിൽ. ഇത് ആളുകളുടെ അഭിപ്രായത്തിൽ എത്രത്തോളം ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് നോക്കുന്നതാണ് പീക്കഡ്നെസ് നോക്കുന്നതാണ് എന്ത്, കുർട്ടോസിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഇതിനെ വിളിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ നോർമാലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് സ്ക്യൂനെസ് ആണ് നമ്മൾ നോക്കുന്നത്. അത്രമാത്രം സ്ക്യൂഡ് ആണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടി കിടക്കുന്നുണ്ട് നോക്കാൻ. ഫോർ എക്സാമ്പിൾ വേറെ ഒന്നുമില്ല, ഒരു 100 കുട്ടികളുടെ മാർക്ക് എടുത്തു, 90 കുട്ടികളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 10 ആണ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ 90 കുട്ടികൾക്ക് മിക്ക ആളുകളുടെ മാർക്ക് 10ഉം 8ഉം 10ഉം 8ഉം വെച്ചാണ്. പക്ഷെ ബാക്കി 10 കുട്ടികളുടെ മാർക്ക് 90 ആണെങ്കിൽ ആവറേജ് എത്രയായിരിക്കും, 40 അല്ലെങ്കിൽ 35 ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് എങ്ങോട്ടേക്കാ സ്ക്യൂഡ് ആയിട്ട് കിടക്കുന്നത്, ഇവിടെ 90 കുട്ടികൾക്ക് 10 മാർക്കാണ്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് സ്ക്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെ, ഇങ്ങോട്ടേക്ക് സ്ക്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്.
അല്ലെ, ഇങ്ങോട്ടേക്കാണ് സ്ക്യൂഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിനെയാണ് നോർമാലിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വേറൊന്നുമില്ല, നമുക്ക് കിട്ടി മീൻ എത്ര? 35. മീൻ 35 ആണ്. മോഡ് എത്രയായിരിക്കും? 90 കുട്ടികൾക്ക് 10 മാർക്ക്. അപ്പൊ മോഡ് എത്രയായിരിക്കും? 10. അപ്പൊ മീൻ 35ഉം മോഡ് 10ഉം ആണ്. അപ്പൊ മോഡ് മീനും ഈക്വൽ ആണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ. ആ ഡാറ്റ എന്തല്ല? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാം, ക്യൂ പ്ലോട്ട് യൂസ് ചെയ്യാം, സ്ക്യൂനെസ് യൂസ് ചെയ്യാം. സ്ക്യൂനെസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കാൾപിയേഴ്സന്റെ സ്ക്യൂനെസ് എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -2ന്റെ പോസിറ്റീവിന്റെ ഇടയാണെങ്കിൽ നമുക്ക് ഡാറ്റ നോർമൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ഡാറ്റ നോർമൽ ആണെങ്കിൽ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം, നോട്ട് നോർമൽ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ക്രിട്ടിക്കൽ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ യൂസ് ചെയ്യാം. സ്ക്യൂനെസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോഴും നമുക്ക് ഡാറ്റ നോർമൽ ആണെന്ന് അറിയാൻ പറ്റും. ക്രിട്ടിക്കൽ റേഷ്യോയുടെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് 1.96 താഴെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയാം? ഡാറ്റ നോർമൽ ആണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ഡാറ്റ 1.96 താഴെയാണെങ്കിൽ നമ്മുടെ ഡാറ്റ എന്താണെന്ന് പറയാൻ പറ്റും? നോർമൽ ആണെന്ന് പറയാൻ പറ്റും. ആസ് പെർ ക്രിട്ടിക്കൽ റേഷ്യോ വെച്ചാണെങ്കിൽ. സ്ക്യൂനെസ് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ സ്ക്യൂനെസ് വാല്യൂ -2ന്റെ പോസിറ്റീവിന്റെ ആണെങ്കിൽ ഡോട്ട് നോർമൽ ആണെന്ന് പറയാൻ പറ്റും. ഡാറ്റ നോർമൽ ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം, നോട്ട് നോർമൽ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അതുപോലെ തന്നെയുള്ളതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ആസ് ദ സാമ്പിൾ സൈസ് ബിക്കം ലാർജർ അസ്യൂമിംഗ് ദാറ്റ് ഓൾ സാമ്പിൾസ് ആർ ഐഡന്റിക്കൽ സൈസ്. നിങ്ങൾ സാമ്പിൾ സൈസ് നല്ല കൂടുതൽ എടുത്ത്, അതായത് 1000 പേരാണ് പോപ്പുലേഷൻ, നിങ്ങളൊരു 400-500 സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ സ്ക്യൂനെസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് -2ന്റെ പോസിറ്റീവിന്റെ ഇടയിൽ കിട്ടിയില്ല. അതായത് ഡാറ്റ നോർമൽ അല്ലെങ്കിലും സെൻട്രൽ ലിമിറ്റ് തിയറം വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ ഡാറ്റ നോർമൽ ആണ്. എന്താ സെൻട്രൽ ലിമിറ്റ് തിയറം? സാമ്പിൾ സൈസ് കൂടുന്തോറും നമ്മളുടെ ഡാറ്റ എന്താണെന്ന് പറയാൻ പറ്റും? നോർമൽ ആണെന്ന് അസ്യൂം ചെയ്യാം എന്നുള്ളതാണ് എന്ത് പറയുന്നത്? സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ നോർമാലിറ്റി റിലേബിലിറ്റി എല്ലാം നോക്കിക്കഴിഞ്ഞ ശേഷം ടെസ്റ്റുകൾ സ്ക്വയറോ ടി ടെസ്റ്റോ സെഡ് ടെസ്റ്റോ എഫ് ടെസ്റ്റോ ഒക്കെ ചെയ്യും. നമ്മൾ ഏത് വെച്ചിട്ടാണ് നമ്മുടെ ഡാറ്റ ഹൈപ്പോത്തസിസ് റിജക്ട് അക്സെപ്ഷൻ ചെയ്യുന്നത്? നമ്മുടെ പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസിന് നമ്മൾ റിജക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ. പാരാമെട്രിക് ടെസ്റ്റുകളിൽ വരുന്നതാണ് സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അനോവ റിഗ്രഷൻ ഒക്കെ. നോൺ പാരാമെട്രിക്കിൽ വരുന്നതാണ് സൈൻ ടെസ്റ്റ്, വിൽകോക്സൺ ടെസ്റ്റ്, മാൻ വിറ്റ്നി യു ടെസ്റ്റ്, ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്, ഫ്രൈഡ്മാൻ ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ പോലുള്ള കാര്യങ്ങൾ. ഇനി ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ ടെസ്റ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ആവറേജ്. ഒരു ആവറേജിന്റെ സിഗ്നിഫിക്കൻസ് അറിയണമെങ്കിൽ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്യും. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതാണ് ബൈനോമിയൽ ടെസ്റ്റ് അല്ലെങ്കിൽ കേസ് ടെസ്റ്റ് അഥവാ കൊൾമഗനറോ സ്മിർനോ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. നിങ്ങൾക്ക് അതായത് ഇവിടെ നോക്കുന്നത് ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ആവറേജ് വേറൊന്നുമില്ല. നിങ്ങൾക്ക് കേരളത്തിലെ സ്റ്റുഡൻസിന്റെ അഭിപ്രായം കിട്ടി. കേരളത്തിലെ സ്റ്റുഡൻസിന്റെ അഭിപ്രായം തന്നെയാണോ ഇന്ത്യയിലെ സ്റ്റുഡൻസിന്റെ അഭിപ്രായം എന്ന് പറയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് വൺ സാമ്പിൾ ടെസ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ആവറേജ്. അത് നോൺ പാരാമെട്രിക്കിൽ വരുമ്പോൾ ബൈനോമിയൽ ടെസ്റ്റും കോൾമഗനറോ സ്മിർനോ ടെസ്റ്റും. നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കുട്ടികളുടെ സാറ്റിസ്ഫാക്ഷൻ അറിയണം. അത് മെയിൽ ഫീമെയിൽ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് അല്ലെങ്കിൽ സെഡ് ടെസ്റ്റ് ചെയ്യാം. നോൺ പാരാമെട്രിക് ആണെങ്കിൽ മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പെയർ വൈസ് കമ്പാരിസൺ ആണ് ചെയ്യേണ്ടതെങ്കിൽ, പെയർ വൈസ് കമ്പാരിസൺ എന്ന് വെച്ചാൽ 2010 ഡാറ്റയും 2020 ഡാറ്റയും തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെയർഡ് ടെസ്റ്റ് ചെയ്യാം. അതേസമയം നോൺ പാരാമെട്രിക് ആണെങ്കിലോ മഗ്നമർ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടിലധികം സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലിനാണോ ഫീമെയിലിനാണോ ട്രാൻസ്ജെൻഡറിനാണോ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കുറവ് എന്നുള്ളത് കമ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഫ് ടെസ്റ്റും ചെയ്യാം, അതിന്റെ കൂടെ പോസ്റ്റ് ഹോക്ക് ടെസ്റ്റ് കൂടി ചെയ്യാം. നോൺ പാരാമെട്രിക് ആണെങ്കിലോ എച്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കോറിലേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മറ്റേതായിട്ട് കോറിലേറ്റഡ് ആണ്, എക്സ് വേരിയബിൾ വൈ വേരിയബിൾ ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലോ സിമ്പിൾ കോറിലേഷൻ. നിങ്ങളുടെ വാല്യൂ -1ന്റെയും +1ന്റെ ഇടയിലാണെങ്കിൽ നമുക്ക് റിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, -1 അടുത്താണെങ്കിൽ നെഗറ്റീവ് റിലേഷനും +1 അടുത്താണെങ്കിൽ പോസിറ്റീവ് റിലേഷൻ, 0 ആണെങ്കിൽ നോ റിലേഷൻ. ഓക്കെ, അതേസമയം നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമുക്ക് സ്പിയർമാൻ റാങ്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
നമുക്ക് രണ്ടിലധികം വേരിയബിളിന്റെ റിലേഷൻ പഠിക്കാനാണെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ചെയ്യാം. നോൺ പാരാമെട്രിക് ആണെങ്കിൽ കെന്താൽസ് കോഎഫിഷ്യന്റ് ഓഫ് കോർഡിനേറ്റ്സ് ചെയ്യാം. കോസൽ റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാനാണെങ്കിൽ കാരണം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ എക്സ് വേരിയബിൾ വൈ വേരിയബിളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് റിഗ്രഷൻ ചെയ്യാം. നോൺ പാരാമെട്രിക് ടെസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബിറ്റ് റിഗ്രഷൻ അല്ലെങ്കിൽ ലോജിറ്റ് റിഗ്രഷൻ പോലുള്ള റിഗ്രഷൻ ചെയ്യാം. ഓക്കെ, ദെൻ മാച്ച് ദ ലിസ്റ്റ് വിത്ത് 1 and 2. ഇവിടെ നിങ്ങൾക്ക് നോക്കാം റൈറ്റ് ആൻസർ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്, അനോവ എന്ന് പറയുന്ന ടെസ്റ്റ് പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ പറഞ്ഞ മിസ്? പെട്ടെന്ന് അത്ര മാത്രം പറഞ്ഞാൽ മതി. അനോവ പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ? അനോവ എന്ന് പറയുന്ന എഫ് ടെസ്റ്റ് ആണ്. എഫ് ടെസ്റ്റ് പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ? എഫ് സെഡ് ടി ഇത് മൂന്നും പാരാമെട്രിക് ആണ്. മനസ്സിലായോ? എഫ് സെഡ് ടി എന്ന് പറയുന്നത് ഈ അനോവ എന്ന് പറയുന്നത് എഫ് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അനോവ ടെസ്റ്റ് എന്താണ്? പാരാമെട്രിക് ആണ്. സെഡ് ടെസ്റ്റ് പാരാമെട്രിക് ആണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നോൺ പാരാമെട്രിക് ആയുള്ളത്? കൈ സ്ക്വയർ ടെസ്റ്റും ക്രുസ്കൽ വാല്യൂ ടെസ്റ്റും നോൺ പാരാമെട്രിക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷൻ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ടു ടെസ്റ്റ് ദ ഹൈപ്പോസിസ് ഓഫ് ഡിഫറൻസ് ഇൻ മോർ ദാൻ 2 സാമ്പിൾ മീൻ എന്ന് പറയുമ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റോ ക്രുസ്കൽ വാല്യൂസ് ടെസ്റ്റോ ഏതിലേക്ക് വരാം? ഇത് രണ്ടും 3ലേക്ക് വരാം. അപ്പൊ നമുക്ക് നോക്കാം, C3 വരാം, D3 വരാം. അപ്പോ C3 ഒരു സ്ഥലത്തും വന്നിട്ടില്ല അല്ലെ? C3 ഒരു സ്ഥലത്തും വന്നിട്ടില്ല, പക്ഷെ D3 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, D3 ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഒന്നുകിൽ ബി ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും. ഒരിക്കലും എയോ അല്ല ഡി അല്ല. ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം സെഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ക്രുസ്കൽ വാല്യൂസ് ടെസ്റ്റ്. ഓക്കെ, അല്ലെ ഇപ്പൊ നമുക്കിപ്പോ അനോവ നമ്മൾ നോക്കിയില്ലല്ലോ. അനോവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത് എന്താണ്? ഈ എഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യണത്? മോർ ദാൻ 2 സാമ്പിൾ ഉള്ളപ്പോൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ് അഥവാ അനോവ എന്നുള്ളത്. രണ്ടിലധികം സാമ്പിൾ ഉള്ള. ഇവിടെ നോക്കിയേ, parameter test whether standard probability distribution fit well to given a frequency distribution. Parameter test to test the hypothesis of difference is more than 2 sample mean. രണ്ടിലധികം സാമ്പിൾ ഉണ്ടെങ്കിൽ അപ്പൊ ഏതാ? അനോവ ഏതിൽ വരുന്നു? 2 വരണം. അപ്പൊ A2 വരണം. A2 വരുന്ന ഏതാ? ഇതാണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും? സി ആയിരിക്കും. നോക്കിക്കോ, സി ആണ്. മനസ്സിലായോ? നമുക്ക് അറിയാവുന്നത് വെച്ച് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാം നോക്കണമെന്നില്ല. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? Okay. Which one of the following summary measures denote the degree of lopsidedness in a distribution? ഒരു സൈഡിലേക്ക് ചാഞ്ചാടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ നോക്കണത്? ഇപ്പൊ പഠിച്ചോളൂ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഒരു സൈഡിലേക്ക് ചാഞ്ചാടിയാണോ കിടക്കുന്നത്, അത് നേരെയാണോ കിടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതാണ്? സിമ്പിൾ ആൻസർ. പെട്ടെന്ന്. Option A, measure of center tendency, measure of variation, measure of skewness, measure of kurtosis. Right answer is C, measure of skewness അല്ലേ നമ്മൾ നോക്കുന്നത്. സ്ക്യൂനെസ് അല്ലേ നമ്മൾ നോക്കുന്നത്. അതായത് ഇങ്ങനെ ബെൽ കർവ്ഡ് ആണോ, ലെഫ്റ്റ് സൈഡിലേക്ക് ചാഞ്ചാടി, റൈറ്റ് സൈഡിലേക്ക് ചാഞ്ചാടിയാണോ, ലെഫ്റ്റ് സൈഡിലേക്ക് ചാഞ്ചാടിയാണോ കിടക്കണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് സ്ക്യൂനെസ് ആണ് നോക്കുന്നത്. ലോപ്പ് സൈഡ്നെസ്, മനസ്സിലായോ? ഏത് സൈഡിലേക്ക് കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എക്സാമിൻ ദ ഇക്വാലിറ്റി ഓഫ് 2 മീൻ? പെട്ടെന്ന് പറഞ്ഞു. രണ്ട് മീൻസ് തമ്മിലുള്ള ഇക്വാലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് മീൻസ്, 2 മീൻസ് ആണ്. രണ്ടിലധികം മീൻസ് ആണെങ്കിൽ ആണ് ഏത്? എഫ് ടെസ്റ്റ്. രണ്ട് മീനുള്ളെങ്കിൽ ഏതാണ്? ഇവിടെ നോക്കൂ, ഡിഫറൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ. രണ്ട് മീൻസ് ഉള്ളെങ്കിൽ ഏതാ? ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് അല്ലെങ്കിൽ സെഡ് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ആണെങ്കിൽ യു ടെസ്റ്റ്. ഏതാ ആൻസർ? ടി ടെസ്റ്റ് ഉണ്ട്, മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഉണ്ട്. So answer is B and D. Okay. So
ഇന്നത്തെ ക്ലാസ് തീർന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.